welcome to another session on Appleby Academy's Paper 1 video series. So, this series 2023 June and December sessions base ചെയ്തുകൊണ്ട് Paper 1 different modules വളരെ updated ആയിട്ടുള്ള analysis ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So, already ഈ ഒരു video സീരീസിന്റെ ഭാഗമായിട്ട് പല മൊഡ്യൂളുകളും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ടീച്ചിങ്, അതുപോലെ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ലോജിക്കൽ റീസണിങ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ICT തുടങ്ങി ഒരുപാട് മൊഡ്യൂളുകൾ ഈ ഒരു സെഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾ പലരും ചിലപ്പോൾ ആ സെഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഈ വീഡിയോയിൽ നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ സെഷൻസ് ഇതുവരെ ആരും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേജർ ആയിട്ടുള്ളൊരു ഫോക്കസ് എന്ന് പറയുന്നത് 2023 2 എക്സാംസ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ മൊഡ്യൂളുകളിലും എന്താണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഏരിയാസിൽ തന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും നമുക്ക് പഠിക്കാനായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ തന്നെ, ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഓൾറെഡി പേപ്പർ 1 ഡിഫറെൻറ്റ് മൊഡ്യൂൾസിൻ്റെ ഒരു മാരത്തൺ വീഡിയോ സീരീസും ചെയ്തിരുന്നു. അതിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. സോ മാരത്തൺ വീഡിയോയുടെ ഉദ്ദേശം ഓരോ മൊഡ്യൂളിനും പ്രധാനപ്പെട്ട ഏരിയാസ്, അതായത് നിങ്ങൾ ഈ ഫ്രീ റിസോഴ്സസ് ഒക്കെ വെച്ച് പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കുള്ളൊരു ട്രബിൾ എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാതെ പോകുന്നതാണ്. അപ്പോൾ എന്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് നന്നായി ഏത് രീതിയിൽ പഠിക്കണം, എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഫ്രീ റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ സെഷൻസ് ഒക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് എന്താ പഠിക്കേണ്ടതെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ റിസോഴ്സസ് കളക്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ മാരത്തൺ വീഡിയോയിൽ നമ്മൾ ബേസിക്കലി അതായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെ, നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ തരിക എന്നുള്ളതായിരുന്നു ആ മാരത്തൻ്റെ ഉദ്ദേശം. അതിനകത്ത് തന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസും അതുപോലെ കുറേ എക്സ്പ്ലനേഷൻസും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സോഫാർ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് അങ്ങനെ വലിയ രീതിയിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു ധാരണയില്ല, അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി കുറച്ചുകൂടെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാരത്തൺ വീഡിയോ സീരീസിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് അതുമാത്രമല്ല, ഈ ഒരു സെഷൻ്റെ മുമ്പ്, അതായത് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ 2023 ജൂൺ ആൻഡ് ഡിസംബർ എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ സീരീസിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മുമ്പ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ ചില മൊഡ്യൂൾസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ആ മൊഡ്യൂൾസിൽ ഏതെങ്കിലുമൊക്കെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. ആ പ്ലേലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള മൊഡ്യൂളുകൾ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ലാക്കിംഗ് എനി ടൈം നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് മൂവ് ചെയ്യാം. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ റീസെൻ്റ് എക്സാംസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അല്ലെങ്കിൽ 2020 വന്നിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ട്രെൻഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്താൽ എൻ്റെ ഡ്രാഫ്റ്റ് തന്നെ വായിക്കുന്നത് അത്രയും നല്ലതാണ് നിങ്ങൾ ഒരു എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്ത്. ബിക്കോസ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് NEP-യിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് NEP ഇന്നത്തെ സെഷൻ്റെ ഒരു ഫോക്കസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു രീതി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതായത് എൻറ്റയർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീനെ അതിനകത്തെ പോയിന്റ്സ് പഠിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരെ ക്വിക്ക്ലി ഓർത്തിരിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ അതിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ നമ്മുടെ പാർട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ വിഷയം, അല്ലെങ്കിൽ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഒക്കെയാണ്. ഇതിനെ നമുക്കൊരു എവർഗ്രീൻ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഏത് എക്സാം എടുത്താലും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ട്രെൻഡ് അതുപോലെ തന്നെ 2023 സെഷൻസിലും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റീസ്, കമ്മീഷൻസ്, റിപ്പോർട്ട്സ് ഒക്കെ വളരെ സിഗ്നിഫിക്കൻ്റ്ലി നിങ്ങൾ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, അതൊരു ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഒരു എവർഗ്രീൻ ഏരിയ ആണ്, എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ റീസെൻറ്റ് എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് പെർസ്പെക്റ്റീവിലൊക്കെ നിങ്ങൾ അതിനോട്, അല്ലെങ്കിൽ എന്തൊക്കെ പെർസ്പെക്റ്റീവിലാണ് നമുക്ക് അതിനെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഏരിയ ആണ്, നിങ്ങൾക്ക് റീസെൻറ്റ് എക്സാംസ് എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്ന 2023 സെഷൻസ് നോക്കുമ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ്ലി പല ഷിഫ്റ്റുകളിലും
ചില യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവർ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ട്രബിൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സ് അല്ല. ദാറ്റ് ടു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ, അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ മാത്രമാണിത്. അപ്പോൾ അതിനുവേണ്ടി മാത്രം നമുക്ക് എൻറ്റയർ ലിസ്റ്റും ഇയറും ഒക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ അതിന് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ അത് എന്തുമാത്രം ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുമെന്നുള്ളത് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയനെ എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും സിമിലർ പാറ്റേൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് കൂടി നമ്മൾ ഈ സെഷനിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എൻ്റെ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഏരിയയിലേക്ക് പോകാം. ദാറ്റ് ഇസ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 2020, NEP അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വിച്ച് വാസ് എസ്റ്റാബ്ലിഷ് വിച്ച് വാസ് കെയിം ഇൻ 2020. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ പോളിസീസിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഇന്ത്യയുടെ തന്നെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ആദ്യത്തെ പോളിസി എന്നാ വന്നത്? ദാറ്റ് കെയിം ഇൻ 1968. രണ്ടാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോ 1986. അപ്പോൾ ഇത് മറന്നു പോവാതെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വളരെ ഈസിയാണ് ഈ 2 വർഷങ്ങൾ അല്ലേ. 1968 ഒന്ന് തിരിച്ചിട്ടാൽ മതി, 1986. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ 2 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് വന്നിട്ടുണ്ടായിരുന്ന വർഷം. അതിനുശേഷം ഇന്ത്യയുടെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ടാണ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അപ്പോൾ പ്രൈമറിലി നമുക്കൊരു ഈ ഒരു പെർട്ടിക്കുലർ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ചില ജനറൽ ഇൻഫർമേഷൻ നമുക്കൊന്ന് ക്വിക്ക്ലി ഒന്ന് ഗോ ത്രൂ ചെയ്യാം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഈ NEPനെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം. So already പറഞ്ഞതുപോലെ it is the third national education policy of our country and it came in July 2020 and it was under Dr. K. Kasturirangan, which focuses on reducing curriculum content to enhance essential learning, critical thinking and more holistic experiential discussion based and analysis based learning. അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയുടെ തന്നെ മൂന്നാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. അപ്പോൾ അതിനോട് അനുബന്ധമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഈ പോളിസി കെയിം അണ്ടർ ഓർ ദിസ് പോളിസി വാസ് ഫോർമുലേറ്റഡ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ. അപ്പോൾ ആ പേര് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ പൊതുവിൽ നിങ്ങൾ ഈ ഒരു തേർഡ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ NEP 2020 നോക്കുന്ന സമയത്ത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഏരിയാസ് അവർ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയൺമെൻറ്റ് ഓർ അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ലേണിങ്ങിനെയൊക്കെ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഒരു പോളിസിയാണ് NEP 2020 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ആസ്പെക്റ്റിനെ ഇവിടെ വളരെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതായത് എഡ്യൂക്കേഷൻ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഐഡിയ, അതായത് വെറുതെ കുറേ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുക അല്ലെങ്കിൽ റോട്ട് ലേണിംഗ് എന്നൊക്കെ നമ്മൾ പറയും. സോ കാണാതെ കുറേ കാര്യങ്ങൾ പഠിക്കുക, അത് അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ലേണേഴ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിനും അതുപോലെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തുറക്കുക എന്നുള്ളതാണ് NEP 2020യുടെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പെർട്ടിക്കുലർ എഡ്യൂക്കേഷൻ പോളിസി അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് വാസ് ഫോംഡ് ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് 2017 ജൂണിൽ ഒരു കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്തു, വിച്ച് വാസ് ഫോർമുലേറ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് MHRD ഡിപ്പാർട്ട്മെന്റ്. സോ ദേ ഹാവ് ഫോംഡ് എ കമ്മിറ്റി ഇൻ ജൂൺ 2017 അണ്ടർ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഫോർ പ്രിപ്പയറിംഗ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ കമ്മിറ്റി ഫോം ചെയ്ത് എന്നാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് വാസ് ഇൻ 2017 ജൂൺ. അതിനുശേഷം 2019 സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ May 31st, 2019 ഈ കമ്മിറ്റി അവർ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 29 ജൂലൈ 2020 എന്ത് ചെയ്തു, യൂണിയൻ ക്യാബിനറ്റ് ഈ ഒരു റിപ്പോർട്ട് അപ്രൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില ഡേറ്റ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജനറലി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഈ സെഷനിൽ ചെയ്യാനായിട്ട് പോകുന്നത്, യൂഷ്വൽ കേസിൽ നിങ്ങളിപ്പോൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ NEP എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനകത്ത് സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അഡൽട്ട് എഡ്യൂക്കേഷൻ, അതുപോലെ എങ്ങനെയാണ് ഈ ടെക്നോളജി എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസ് ഉണ്ട്. റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ചില ബോഡീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ചില സജഷൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻസിങ്, അതുമായിട്ട്
അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില ആശയങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ആകെത്തുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റെക്കമെൻഡേഷൻസും ഈ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളും എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ 2020 വന്നിട്ടുള്ള NEP എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ യൂഷ്വൽ കേസിൽ നമ്മൾ എപ്പോഴും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഓരോ സെഷൻസ് എടുത്ത് ആ പഠിക്കുന്ന അല്ലെങ്കിൽ ഓരോ സെഷൻസിലും എന്താണ് റെക്കമെൻഡേഷൻസ് എന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി നോക്കാറുള്ളത്. പക്ഷേ ഈ സെഷനിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റേഴ്സ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാനത് പറയുന്ന സമയത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ NEP 2020 ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ് ആൻഡ് ടാർഗറ്റ്സ് ആണ്. അതായത് ഇതിൻ്റെ ഡിഫറെൻറ്റ് റെക്കമെൻഡേഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില വർഷങ്ങൾ അല്ലെങ്കിൽ ഇയേഴ്സ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഇയേഴ്സിനുള്ളിൽ കൃത്യമായി അച്ചീവ് ചെയ്യേണ്ട ചില ടാർഗറ്റ്സും കൃത്യമായി ഈ NEPയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ പോസിബിലിറ്റി ഉള്ള ഏരിയാസുമാണ്. അപ്പം നമുക്ക് ഇതിലൂടെ ഒരു ക്വിക്ക് ഗോ ത്രൂ നമുക്ക് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ് ആൻഡ് ടാർഗറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില എക്സ്ട്രാ അഡീഷൻസ് അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട സജഷൻസ് ഓർ റെക്കമെൻഡേഷൻസ് കൂടി നമുക്ക് ജസ്റ്റ് ഡിസ്കവർ ചെയ്ത് പോവാം. അപ്പോൾ ആദ്യത്തെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്താ, ഫസ്റ്റ് വൺ ഇസ് അബൌട്ട് ECCE ആണ്. ഓക്കെ, ECCE എന്ന് പറഞ്ഞാൽ എന്താ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാർഗറ്റ് നമുക്ക് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ പ്രൊവിഷനിങ് ഓഫ് ക്വാളിറ്റി ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ must be achieved as soon as possible and no later than 2030 to ensure that all students entering grade 1 are school ready. അപ്പോൾ ഇവിടെ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ, യൂണിവേഴ്സൽ പ്രൊവിഷനിങ് ഓഫ് ECCE. ഏതാ ടാർഗറ്റ് ഇയർ 2030 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു കറണ്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് NEPയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ 10+2 സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇയർ എത്രയാണ്, 6 വയസ്സ് മുതൽ മുകളിലേക്ക് എഡ്യൂക്കേഷൻ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മുടെ ഒരു കറണ്ട് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻറ്റയർ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇനിയിപ്പോൾ 2020 പറയുന്നൊരു കാര്യം, നമ്മൾ ഈ സ്കൂളിലേക്ക് പോകുന്ന 6 വയസ്സ് മുതലല്ല ശരിക്കും പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളെ അതിനുവേണ്ടി എക്യുപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അതിന് മുമ്പ് തന്നെ, അതായത് 6 വയസ്സെന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി പ്രവേശിക്കുന്ന പ്രായമാണ് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലേണിംഗ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കെയർ എഡ്യൂക്കേഷൻ ഒക്കെ അവർക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നൊരു കുട്ടി ആ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനായിട്ട് എക്യുപ്ഡ് ആയിട്ട് വേണം പോകാൻ. സോ there comes the significance of ECCE അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്താ, നിങ്ങൾ പുതിയ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്ന ഏത് പ്രായം മുതലാണ്, 3 വയസ്സ് മുതൽ ഉള്ള എഡ്യൂക്കേഷനെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവൻ അതിനു മുമ്പുമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ചില ഫ്രെയിം വർക്കുകളും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇയർ നിങ്ങൾ ഓർക്കുക 2030 കൊണ്ട് യൂണിവേഴ്സൽ പ്രൊവിഷനിങ് ഓഫ് ക്വാളിറ്റി ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് 6 വയസ്സിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരു കുട്ടി 1ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ ക്ലാസ്സിലേക്ക് പോകാനുള്ള രീതിയിൽ ആ കുട്ടീനെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളൊരു എയിം അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് അത് എല്ലാവരിലേക്കും എത്തുക, ദാറ്റ് ഇസ് യൂണിവേഴ്സൽ പ്രൊവിഷനിങ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ എക്യുപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് നമുക്ക് NEPയിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഇയർ നിങ്ങൾ ഓർക്കുക, ദാറ്റ് ഇസ് 2030. രണ്ടാമത്തെ ടാർഗറ്റ് എന്താണെന്ന് നോക്കൂ, 2025 കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് ആണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഇസ് യൂണിവേഴ്സൽ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ഇൻ പ്രൈമറി സ്കൂൾസ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റ് ആൻഡ് അതിൻ്റെ ഇയർ നിങ്ങൾ ഓർക്കുക, ദാറ്റ് ഇസ് 2025. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, യൂണിവേഴ്സൽ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ഇൻ പ്രൈമറി സ്കൂൾസ്. പ്രൈമറി സ്കൂളുകളിലുള്ള കുട്ടികൾ എല്ലാവരും ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി പ്രാഥമികമായിട്ട് ആ ഒരു ലെറ്റേഴ്സ് അല്ലെങ്കിൽ വായിക്കാനും എഴുതാനും നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് എത്ര, ആ ഗോൾ അച്ചീവ് ചെയ്യേണ്ട ഇയർ ഏതാ, ദാറ്റ് ഇസ് 2025. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, 100% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ പ്രീ സ്കൂൾ ടു സെക്കൻഡറി ലെവൽ ബൈ 2030. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സജഷനാണ്. അതായത്
പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി ലെവൽ വരെയുള്ള ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്ര ആവണം? യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ 100% എല്ലാവരും സ്കൂളിലേക്ക് അഡ്മിറ്റഡ് ആവണം എന്നുള്ളൊരു എയിമാണ് അവിടെ ഉള്ളത്. ആൻഡ് ദി ഇയർ ഇസ് 2030. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സജഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്? ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സജഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് അഗെയിൻ ബൈ 2030 ദ മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഫോർ ടീച്ചിങ് വിൽ ബി എ 4-year integrated BEd degree. This is a very important suggestion. അതായത് 2030 കൂടി ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd ഡിഗ്രി ആയിരിക്കും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് NEPയുടെ ആ ഒരു ഡ്രാഫ്റ്റ് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BEd ഡിഗ്രി കിട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ BEd ഡിഗ്രി നിങ്ങൾക്ക് അക്വയർ ചെയ്യാനായിട്ടുള്ള ചില പോസിബിലിറ്റീസിനെ കുറിച്ച് അതിനകത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒരു പോസിബിലിറ്റിയാണ് എന്ത്? 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഓൾറെഡി നിങ്ങൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ BEdന് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 1 ഇയറിൻ്റെ BEd ഡിഗ്രി പോസിബിലിറ്റി ഉണ്ട്. അതൊരു സാധ്യതയാണ്. ആൻഡ് ഓൾസോ മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം BEd ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പോസിബിലിറ്റീസിനെ കുറിച്ച് കൂടി അവിടെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിവേ ബൈ 2030 ദ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? 4-year integrated BEd ഡിഗ്രി ആണ്. സോ ആ ഇയർ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. Then there shall by 2030 be at least one large multidisciplinary higher education institution in or near every district. അപ്പോൾ നിങ്ങൾ ഈ NEP വായിക്കുന്ന സമയത്ത് വളരെ സ്പെസിഫിക്കലി അവർ എംഫസൈസ് ചെയ്യുന്നൊരു പോയിന്റാണ് ദിസ് മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ലേണിംഗ്, ഈ പറയുന്ന റിജിഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടല്ലോ ഡിസിപ്ലിൻസിൻ്റെ, അത് ഒക്കെ എന്താ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റർ ആക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് NEP 2020 നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുക. അപ്പോൾ സ്പെസിഫിക്കലി അതിന് പറയുന്ന ഒരു ഗോൾ എന്താ? 2030 കൂടി ഓരോ ഡിസ്ട്രിക്റ്റിലും അല്ലെങ്കിൽ അതിനോട് അടുത്ത് തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്കിലും ഉണ്ടാവുക എന്നുള്ളൊരു എയിം നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദി ഇയർ ഇസ് 2030. അടുത്തത്, increase the gross enrollment ratio in higher education including vocational education from 26.3% to 50% by 2035. ഇവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പ്രീ സ്കൂൾ ടു സെക്കൻഡറി ലെവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയുടെ ഒരു ഗോൾ നമ്മൾ കണ്ടു. 100% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ പ്രീ സ്കൂൾ ടു സെക്കൻഡറി ലെവൽ ബൈ 2030. കമ്മിങ് ടു ദി ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ, ഇവിടെ എത്ര ഫോക്കസ് ചെയ്തിരിക്കുന്നത്? 2018 വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്. 2018 ഇറ്റ് വാസ് 26.3%. സോ ആൻ ഇൻക്രീസ് ഓഫ് അല്ലെങ്കിൽ ഫ്രം 26.3% ടു 50%. അതായത് 2018 26.3% എന്ന ഹയർ എഡ്യൂക്കേഷനിലെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോനെ എന്തിലേക്ക് മാറ്റുക? 50%. ഇയർ ഏതാ? 2035. And this includes vocational education as well. അതായത് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വൊക്കേഷണൽ എഡ്യൂക്കേഷനും കൂടെ കൂട്ടിയിട്ട് an increase from 26.3% of 2018 to 15% by 2035. നിങ്ങൾക്ക് ഈ ഇയറും ഈ പറഞ്ഞിരിക്കുന്ന ഗോൾസും ഒന്ന് മെൻഷൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുകയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വി ഹാവ് അനദർ ഇമ്പോർട്ടൻറ്റ് ഗോൾ, ദാറ്റ് ഇസ് ബൈ 2040 2040 കൂടി അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോളാണ്. ഓൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷാൽ എയിം ടു ബിക്കം മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ? 2040 കൂടി എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്തായി മാറണം? മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറണം. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് എന്താ? 2030 കൂടി ഓരോ ഡിസ്ട്രിക്റ്റിലും അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിനും അടുത്തുള്ള പ്രദേശങ്ങളിലെങ്കിലും ഒരു ലാർജ് മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്കിലും ഉണ്ടാവുക എന്നൊരു ഗോൾ 2030 2040 ആകുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്തായി മാറണം? ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറണം എന്നുള്ളൊരു ഗോളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് അനദർ ഗോൾ which should be achieved by 2025. At least 50% of learners through the school and higher education system shall have exposure to vocational education. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഗോൾസിൻ്റെ ഒക്കെ എങ്ങനെ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ
ഇനിഷ്യലി വി സ്റ്റാർട്ട് ഓഫ് വിത്ത് ECC, അതായത് ഒരു സ്കൂൾ എഡ്യൂക്കേഷന് മുമ്പുള്ളൊരു കാലഘട്ടത്തെക്കുറിച്ചുള്ളൊരു ഗോൾ നമ്മൾ പറഞ്ഞു. സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട, അതായത് യൂണിവേഴ്സൽ ഫൗണ്ടേഷൻ ലിറ്റററി ആൻഡ് ന്യൂമറസി ഇൻ പ്രൈമറി സ്കൂൾസ്, അതുപോലെ തന്നെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ പ്രീ സ്കൂൾ ടു സെക്കൻഡറി ലെവൽ, അതാണ് നമ്മൾ പിന്നീട് സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോക്കസ് ചെയ്തു. ദെൻ വി ഹാവ് ഫോക്കസ്ഡ് ഓൺ ടീച്ചർ എഡ്യൂക്കേഷൻ. ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗോൾ നമ്മൾ ഫോക്കസ് ചെയ്തു. ദെൻ വി ഹാവ് മൂവ് ടു ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ്സ് അല്ലെങ്കിൽ എയിംസ് ആണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നോക്കി. There we have this, there shall by 2030 be at least one large multidisciplinary higher education institution in or near every district, and also increase the gross enrollment ratio in higher education including vocational education from 26.3%, which is in 2018 to 50% by 2035. 2040 കൂടി ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്തായി മാറണം? മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറണം. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്ന എന്താണ്? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്. അതായത് വൊക്കേഷണൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സജഷനാണ് NEP 2020 മുമ്പോട്ടേക്ക് വെക്കുന്നത്? By 2025, at least 50% of learners through the school and higher education system shall have exposure to വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. അതായത് 2025 കൂടി കുറഞ്ഞ പക്ഷം മുഴുവൻ ലേണേഴ്സിൻ്റെ 50% അവരുടെ സ്കൂളിലോ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ ഏതെങ്കിലുമൊക്കെ മുഖേന ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷനിലേക്ക് എക്സ്പോഷർ ഉള്ളവരായിട്ട് മാറണം. സോ വൊക്കേഷണൽ എഡ്യൂക്കേഷനും വളരെയധികം സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന ചില സജഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് നമുക്ക് NEP 2020 കാണാനായിട്ട് സാധിക്കും. അതിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു റെക്കമെൻഡേഷൻ ആണിത്. 2025 കൂടി മുഴുവൻ ലേണേഴ്സിന് 50% സ്കൂളിലോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടോ വൊക്കേഷണൽ എഡ്യൂക്കേഷനിലേക്ക് എന്താവണം? അവർക്ക് എക്സ്പോഷർ ഉണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള ചില ഇയേഴ്സ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷന് മുമ്പുള്ള ഒരു പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സ്കൂളിലേക്ക് വരുന്നത് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട വർഷം പറഞ്ഞു. സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് എന്തൊക്കെ ഇയേഴ്സ് ആണ് ഓർക്കേണ്ടതെന്ന് പറഞ്ഞു. ടീച്ചർ എഡ്യൂക്കേഷൻ നമ്മൾ ഫോക്കസ് ചെയ്തു. ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സജഷൻസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇയേഴ്സും പ്രധാനപ്പെട്ട എയിംസും നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ ഫൈനലി we have explored this particular goal from vocational education also. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞ എയിംസും ഇയേഴ്സും കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായി ഓർത്തിരിക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പോലെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഐ ജസ്റ്റ് ഷോ യു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. So here you have the first question. The aim of NEP 2020 is to increase the gross enrollment ratio in higher education including vocational education from 26.3% in 2018 to. അപ്പോൾ ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്? ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, വിച്ച് ഇൻക്ലൂഡ്സ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2018 26.3% നിന്ന് എത്ര പെർസെൻറ്റേജിലാണ് ഇൻക്രീസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ് അല്ലേ, നമ്മളിവിടെ ഓൾറെഡി ഇത് പഠിച്ചിരുന്നു. ദി ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻക്രീസ്ഡ് ഫ്രം 26.3% in 2018 to 50% by 2035. അപ്പോൾ ആ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നമുക്കിവിടെ ആവശ്യമായിട്ട് വരും. സോ 50% by 2035 is the right answer. That is option A. So the right answer is option A itself. Moving to the next question. By dash, all higher education institutions shall aim to become multidisciplinary institutions and shall aim to have larger student enrollments as per NEP 2020 recommendations. അപ്പോൾ ഈ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട എയിംസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നെന്തായിരുന്നു? ഓരോ ഡിസ്ട്രിക്റ്റിലും അല്ലെങ്കിൽ അതിനടുത്തുള്ള പ്രദേശങ്ങളിലെങ്കിലും ഒരു ലാർജ് മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്കിലും ഉണ്ടാവുക. അതൊരു സജഷൻ ആയിരുന്നു. രണ്ടാമത് നമ്മൾ കണ്ട കാര്യം എന്താണ്? രണ്ടാമത് നമ്മൾ ഫോക്കസ് ചെയ്ത പോയിന്റ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താ ഇത്തരത്തിൽ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതാണ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറാനായിട്ട് എയിം ചെയ്യേണ്ട ഇയർ അല്ലെങ്കിൽ അതിന് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇയർ ഏതാണ്? ദാറ്റ് ഇസ് 2040. So the right answer is option C. Moving to the next question. As per NEP 2020, for offering a 4-year integrated teacher preparation program,
all the teacher education institutions will be required to convert to multidisciplinary institutions by. So ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? ഈ 4-year integrated teacher preparation programs ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ 4-year integrated ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ 4-year integrated BA ഡിഗ്രി എന്ന് പറയുന്നത് 2030 കൂടി ടീച്ചിങ്ങിൻ്റെ ഒരു മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറാണ്. എന്ന് പറഞ്ഞാൽ 2030 കൂടി ടീച്ചർ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തായി മാറണം? അവരെ തന്നെ ഈ 4-year integrated BA ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊരു ആശയം കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ആസ് പെർ NEP 2020 ഫോർ ഓഫറിംഗ് എ 4-year integrated ടീച്ചർ പ്രിപ്പറേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ 4-year integrated B.Ed program, all the teacher education institutions will be required to convert to multidisciplinary institutions by. അതായത് ഇനി അങ്ങോട്ട്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ NEP 2020യുടെ ഈ ഒരു റെക്കമെൻഡേഷൻസ് ഫുൾഫിൽ ആയി വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4-year integrated B.Ed പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമായിരിക്കും നമ്മൾ ഇതല്ലാതെ പറഞ്ഞ ചില പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. B.Ed നിങ്ങൾക്കല്ലാതെ ഇപ്പോൾ 4-year മിനിമം ആണ്, അതല്ലാണ്ട് നിങ്ങൾക്ക് ഓൾറെഡി മാസ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ B.Ed ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ച് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. അങ്ങനെയുള്ള പോസിബിലിറ്റി എല്ലാം എവിടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ? ഈ 4-year integrated B.Ed ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 2030 ആണ് അതിൻ്റെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ 2030 കൂടി ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്തായി മാറാനായിട്ട് ശ്രമിക്കണം? മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കണം. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ എ 2030. Moving to the next question, according to NEP 2020, how much percentage of learners by 2025 through the school and higher education system shall have exposure to vocational education? നമ്മൾ ഓൾറെഡി ഇതും പറഞ്ഞതാണ് അല്ലേ. വൊക്കേഷണൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു 2025 കൂടി 50% ലേണേഴ്സിൻ്റെ 50% സ്കൂൾ എഡ്യൂക്കേഷനിലോ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടോ വൊക്കേഷണൽ എഡ്യൂക്കേഷനിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പോഷർ ഉള്ളവരായി മാറണം എന്നുള്ളൊരു സജഷൻ നമ്മൾ കണ്ടിരുന്നു. സോ അതിൻ്റെ ടാർഗറ്റ് ഇയർ ഏതാണ്? 2025. എത്ര ശതമാനമാണ് അവിടെ സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഇസ് 50%. 50% is option A. So the right answer is option A itself. Moving to the next question. The NEP 2020 prioritizes the increase in the GER or gross enrollment ratio in preschool to secondary level by 100% by the year. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. അതായത് 100% GER or gross enrollment ratio in preschool to secondary level. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ ഏരിയ നമ്മൾ കണ്ടത്? ഈ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സജഷൻസിൽ നമ്മൾ കണ്ടൊരു പോയിന്റ് അത് 100% gross enrollment ratio in preschool to secondary level by 2030. അപ്പോൾ ആ ഇയർ ആണ് കൃത്യമായിട്ട് അവരവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതല്ലേ ക്വസ്റ്റ്യൻ? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയേ. The NEP 2020 prioritizes the increase in the GER in preschool to secondary level by 100% by the year 2030. So the right answer for this question is option B. ഓക്കെ, അപ്പോൾ സോഫാർ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന എന്താണ്? NEP 2020യുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ്സും. ഇതായിരുന്നു നമ്മുടെ ഫോക്കസ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ NEP 2020 നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ബോഡീസ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. പുതുതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പുതുതായി ഫോർമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ്സ്, ബോഡീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ്സ്, ബോഡീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു റിമെമ്പർ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ ആണ്. ദാറ്റ് ഇസ് പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ തന്നെ പഠിക്കുക. സോ ദിസ് ഇസ് എ നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ. അപ്പോൾ എന്താണ് ഈ നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ അല്ലെങ്കിൽ ഈ നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഫോർ നോളജ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്? ഒന്നാമത്തെ ബേസിക് ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻറ്റയർ ഐഡിയ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കുറച്ചുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും ക്രിയേറ്റീവ് തിങ്കിങ്ങിനെയും ഒക്കെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ 21st സെഞ്ച്വറി ക്ലാസ് റൂംസിന് വളരെ ആഡക്വേറ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ് നോംസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻസ്. അതായത്
സ്കൂൾ ലെവലിൽ ഈ അസസ്മെൻറ്റ് അതുപോലെ ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോംസ് അതുപോലെ സ്റ്റാൻഡേർഡ്സ് ഗൈഡ് ലൈൻസ് ഒക്കെ കൃത്യമായി ഫോർമുലേറ്റ് ചെയ്യുക എന്നൊരു റെസ്പോൺസിബിലിറ്റി ഇവർക്കുണ്ട്. ആൻഡ് ഓൾസോ ഗൈഡിങ് ദ സ്റ്റേറ്റ് അച്ചീവ്മെൻറ്റ് സർവേ, കണ്ടക്ടിങ് ദ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ. സോ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേസ് കണ്ടക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ ത്രൂ ദീസ് സർവേസ് ദേ വിൽ ബി മോണിറ്ററിങ് അച്ചീവ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഔട്ട്കംസ് ഇൻ ദ കൺട്രി. അതായത് രാജ്യത്തെ ലേണിംഗ് ഔട്ട്കംസ് ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സിലൂടെയൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായി മോണിറ്റർ ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഇവർക്കുള്ളത്. ആൻഡ് ഓൾസോ ആഡിങ് ടു ദാറ്റ് ദ സെന്റർ വിൽ ഓൾസോ അഡ്വൈസ് സ്കൂൾ ബോർഡ്സ് റിഗാർഡിംഗ് ന്യൂ അസസ്മെന്റ് പാറ്റേൺസ് ആൻഡ് ലേറ്റസ്റ്റ് റിസർച്ചസ് പ്രൊമോട്ട് കൊലാബറേഷൻസ് ബിറ്റ്വീൻ സ്കൂൾ ബോർഡ്സ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതായത് 21st സെഞ്ച്വറി ക്ലാസ് റൂംസിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന കോമ്പറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ നിലവിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായിട്ട് സ്കൂൾ ബോർഡ്സിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, നോംസ് ആൻഡ് ഗൈഡ് ലൈൻസ് മേക്ക് ചെയ്യുക, ഇതൊക്കെ അവരുടെ ഉദ്ദേശങ്ങളാണ്. സോ ഈ സെൻറ്റർ എന്ത് ചെയ്യും, പുതിയ അസസ്മെൻറ്റ് പാറ്റേൺസ് അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ, സ്കൂൾ ബോർഡുകൾ തമ്മിലുള്ള കൊളാബറേഷൻസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ കൂടി ഈ നാഷണൽ അസസ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് വി ഹാവ് SSSA അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി. ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോഡി അല്ലെങ്കിൽ അതോറിറ്റി നമുക്ക് NEP കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താ, ടു എൻഷുർ ദാറ്റ് ഓൾ സ്കൂൾസ് ഫോളോ സർട്ടൻ മിനിമൽ പ്രൊഫഷണൽ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. States or UTs will set up an independent statewide body called the State School Standards Authority. അതായത് സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മിനിമൽ പ്രൊഫഷണൽ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഓരോ സ്റ്റേറ്റ്സും എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി രൂപീകരിക്കും. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, സ്കൂൾ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ സ്കൂൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്വാളിറ്റി എൻഹാൻസ്മെൻ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ അതോറിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റോട് കൂടി നിലവിൽ വരാനായിട്ട് പോകുന്നത്. സോ ദി SSSA will establish a minimal set of standards based on basic parameters which includes safety, security, basic infrastructure, number of teachers across subjects and grades, financial probity and sound processes of governance which shall be followed by all schools. അപ്പോൾ ഇങ്ങനെ ഒരു അതോറിറ്റി മേക്ക് ചെയ്തതിന് ശേഷം അവർ കൃത്യമായി ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്, ബേസിക് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അവരെന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനകത്ത് പല ആസ്പെക്ട്സ് വരും. സേഫ്റ്റി, ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ മേഖലകൾക്കും അല്ലെങ്കിൽ ഓരോ പാരാമീറ്റേഴ്സിനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യും ഈ SSSA എന്ന ഈ അതോറിറ്റി മേക്ക് ചെയ്യും. സോ ദാറ്റ് അതിലൂടെ ഈ സ്കൂളിലെ ഒരു അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിനിമം പ്രൊഫഷണൽ ആസ് വെൽ as അക്കാഡമിക് ക്വാളിറ്റി അല്ലെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് വരുന്നത്. The framework for these parameters will be created by the SCRT in consultation with various stakeholders, especially teachers and schools. ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ, അതായത് ഈ SSSA അവരെന്ത് ചെയ്യും, ചില മിനിമം സ്റ്റാൻഡേർഡ്സ് അവരെന്ത് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാണ്. ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്, ബേസിക് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഇവർ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഫ്രെയിംവർക്ക് ആരാണ് മേക്ക് ചെയ്യുന്നത്, ദാറ്റ് ഇസ് SCRT in consultation with various stakeholders which includes teachers as well as schools. അതായത് ടീച്ചേഴ്സിനെയും സ്കൂൾസിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് SCRT നമ്മൾ ഈ ഓൾറെഡി പറഞ്ഞ ബേസിക് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മിനിമം ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതോറിറ്റി അല്ലെങ്കിൽ ഒരു ബോഡി വിച്ച് ഷുഡ് ബി ക്രിയേറ്റഡ് ഓർ വിച്ച് വിൽ ബി ക്രിയേറ്റഡ് ആസ് പാർട്ട് ഓഫ് NEP 2020 റെക്കമെൻഡേഷൻസ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ABC എന്ന് പറയും. അതായത് അക്കാഡമിക് ക്രെഡിറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഈ ഡിജിറ്റൽ സ്റ്റോർ ആണ് ബേസിക്കലി ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയാം. സോ ഇറ്റ് ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ് വിച്ച് വുഡ് ഡിജിറ്റലി സ്റ്റോർ ദി അക്കാഡമിക് ക്രെഡിറ്റ്സ് ഏൺ ഫ്രം വേരിയസ് റെക്കഗ്നൈസ്ഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് so that the degrees from an higher education institution can be awarded taking into account credits. അപ്പോൾ ഒരു ക്രെഡിറ്റ് ബേസ് സിസ്റ്റമായിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് ഡിജിറ്റലി സ്റ്റോർ ചെയ്യാണ്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ NEP 2020 ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നൊരു സാധ്യത ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഡിഗ്രി പ്രോഗ്രാമിൽ, അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ ജോയിൻ ചെയ്തു, ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ തുടർന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളത് ഡ്രോപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നാൽ
നമുക്ക് യൂഷ്വൽ കേസിൽ എന്താ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 1 ഇയർ എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് ആയിപ്പോയി. വേറൊരു കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ്. പക്ഷേ NEP 2020 സജഷൻ എങ്ങനെ, നിങ്ങൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്താൽ അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പോലെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. 2 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഡിപ്ലോമ, 3 ഇയേഴ്സ് ആണെങ്കിൽ അത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യും. 4 ഇയേഴ്സിൻ്റെ പോസിബിലിറ്റിനെ കുറിച്ച് കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഡിഗ്രി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പോസിബിലിറ്റീസിൽ ഈ പറഞ്ഞ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു 1 ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ ആ 1 ഇയറിലേക്കുള്ള നമ്മുടെ ക്രെഡിറ്റ്സ്, അക്കാഡമിക് ക്രെഡിറ്റ്സ് എന്ത് ചെയ്യും, ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ ഡിജിറ്റലി സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ലേറ്റർ ഓൺ നമ്മൾ വേറൊരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ ക്രെഡിറ്റ്സ് എന്താ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള ചില പോസിബിലിറ്റീസ് ഈ ABC അല്ലെങ്കിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിനുണ്ട്. ബട്ട് ജനറലി സ്പീക്കിംഗ് അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഇതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? അതായത് അക്കാഡമിക് ക്രെഡിറ്റ്സ് ഡിജിറ്റലി സ്റ്റോർ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയസ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അക്കാഡമിക് ക്രെഡിറ്റ്സ് ഇങ്ങനെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു ഡിജിറ്റൽ സ്റ്റോർ ആയിട്ട് നമുക്ക് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിനെ കാണാം. Another important initiative is multidisciplinary education and research universities. So ഇതും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് IITs, IIMs പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് ഈക്വൽ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് വരെയാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി സെറ്റപ്പ് ആസ് മോഡൽസ് ഓഫ് ബെസ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ദ കൺട്രി. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും മാറുക എന്ന് പറയുന്ന ഒരു എയിം അല്ലെങ്കിൽ ഒരു ഗോൾ നമുക്ക് NEP 2020 കാണാനായിട്ട് സാധിക്കും. സോ അത്തരത്തിൽ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽസ് പോലെ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. ആൻഡ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ ബി that will be at par with IITs and IIMs അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ രാജ്യത്തെ. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് ഈക്വൽ ക്വാളിറ്റി ഉള്ള ഇത്തരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ആൻഡ് ദീസ് യൂണിവേഴ്സിറ്റീസ് വിൽ ബി സെറ്റ് അപ്പ് ആസ് മോഡൽസ് ഓഫ് ബെസ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്തൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ് നാഷണൽ കമ്മിറ്റി ഫോർ ദ ഇൻറ്റഗ്രേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് NEP 2020 കാണാനായിട്ട് സാധിക്കും. പ്രൈമറിലി നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ 50% എങ്കിലും ലേണേഴ്സ് അവരുടെ എഡ്യൂക്കേഷൻ്റെ ഏതെങ്കിലും ഒക്കെ കാലഘട്ടത്തിൽ സ്കൂളിലോ ഹയർ എഡ്യൂക്കേഷൻ്റെ കാലഘട്ടത്തിലോ വൊക്കേഷണൽ എഡ്യൂക്കേഷനിലേക്ക് എക്സ്പോഷർ ഉള്ളവരാവണം എന്നുള്ളൊരു എയിം നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക, അതായത് മറ്റു നമ്മൾ ഈ പറയുന്ന അക്കാഡമിക് മേഖലകൾ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ചില സ്പെസിഫിക് ആയിട്ട് നമ്മൾ അക്കാഡമിക്കലി മാറ്റിവെക്കുന്ന ഏരിയാസ് പോലെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷനും അതിനോട് അറ്റ് പാർ വിത്ത് ദീസ് ഡിഫറെൻറ്റ് സ്ട്രീംസ് അങ്ങനെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എയിമായിട്ട് NEP 2020 മുൻപിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് MHRD ഡിപ്പാർട്ട്മെന്റ് ഇസ് റീനെയിംഡ് as മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അതും ഒരു സിഗ്നിഫിക്കൻറ്റ് പോയിന്റ് ആണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. NEP 2020 വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു സജഷൻ ആയിരുന്നു MHRD ഡിപ്പാർട്ട്മെന്റ് റീനെയിമിംഗ്. സോ നൗ ഇറ്റ് ഈസ് നോട്ട് നോൺ as MHRD but it is known as the Ministry of Education. So the Ministry of Education will constitute a national committee for the integration of vocational education consisting of experts in vocational education and representatives from across ministries in collaboration with industry to oversee this effort. അപ്പോൾ vocational educationന്റെ പാർട്ടായിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ നാഷണൽ കമ്മിറ്റി ഫോർ ദ ഇൻ്റഗ്രേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരണത്തെക്കുറിച്ചും NEP 2020 നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ് ഇസ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഇപ്പോൾ റിസർച്ചിനെ കുറിച്ചും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വിഷൻ NEP 2020 ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എങ്ങനെയായിരിക്കും ഫംഗ്ഷൻ ചെയ്യുക? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് ആൻ അപ്പെക്സ് ബോഡി ഫോർ ഫോസ്റ്ററിങ് എ സ്ട്രോങ് റിസർച്ച് കൾച്ചർ ആൻഡ് ബിൽഡിംഗ് റിസർച്ച് കപ്പാസിറ്റി അക്രോസ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു സ്ട്രോങ് റിസർച്ച് കൾച്ചർ ഡെവലപ്പ് ചെയ്യുക, അതിനുള്ള ഫെസിലിറ്റീസും കപ്പാസിറ്റീസും എൻഹാൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ ഒരു അപ്പെക്സ് ബോഡി എന്നുള്ള നിലയ്ക്കാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന
ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് NEP 2020 കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ വളരെ സ്പെസിഫിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ സ്പെസിഫിക്കലി നിങ്ങൾക്ക് ഇത് എക്സാമിൽ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. NRF will provide a reliable base of merit-based but equitable peer-reviewed research ഫണ്ടിങ്. അതായത് ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് മെറിറ്റ് ബേസ്ഡ് ആയിട്ട് വളരെ റിലയബിൾ ആയി എന്നാൽ ഈക്വലി ഇക്വിറ്റബിൾ ആയിട്ട് റിസർച്ചിൽ വരുന്ന അല്ലെങ്കിൽ റിസർച്ച് ഫണ്ടിങ്ങിന്റെ കാര്യത്തിലുള്ള ഒരു മേൽനോട്ടം കൂടി NRF വഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓൾറെഡി ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അതായത് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വേരിയസ് മേഖലകൾ വേരിയസ് ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ചിൻ്റെ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബോഡീസ് നമുക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ UGC അത്തരത്തിൽ ഒരു ബോഡിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഓൾറെഡി ഉള്ള ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഓൾറെഡി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെ ഫുള്ളി എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഫുള്ളി അബോളിഷ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമല്ല ആർക്കുള്ളത്, NRFനുള്ളത്. സോ അവർ തന്നെയായിരിക്കും ഈ ഫണ്ടിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുക. പക്ഷെ NRF ഇവിടെ ചെയ്യുന്ന കാര്യം എന്താ, ഈ ഫണ്ടിങ് ഏജൻസീസിനെ തമ്മിൽ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യും. അവരുടെ ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇക്വിറ്റബിൾ ആയിട്ട് ഈ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്, അത് ശരിയായ രീതിയിൽ എത്തേണ്ടവരിലേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ആ ഒരു കോർഡിനേഷൻ ആണ് ആര് ചെയ്യുക, NRF ചെയ്യാമെന്ന് ഓർക്കുക. ഇത് എന്തുകൊണ്ട് ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, ഓൾറെഡി ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ NRF എന്ന് പറഞ്ഞാൽ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണെന്ന് ഓർക്കുക. ആൻഡ് അവരുടെ ഉത്തരവാദിത്തം എന്താണ്, രാജ്യത്തൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിസർച്ച് കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ, IITI. ദിസ് ഈസ് അഗെയിൻ എ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയി നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന NEPയുടെ ഭാഗമായിട്ട് പുതുതായി ഇനിഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതുതായി വരാൻ പോകുന്ന പ്ലാനുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോഡീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചോ ഒക്കെ ചോദിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് IITI, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. So this will be established to make high quality learning materials and other important written and spoken material available to the public in various Indian and foreign languages. അപ്പോൾ പ്രൊമോഷൻ ഓഫ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. അതായത് ഇന്ത്യൻ ആസ് വെൽ ആസ് ഫോറിൻ ലാംഗ്വേജസിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് ബോത്ത് റിട്ടൺ ആൻഡ് സ്പോക്കൻ ലേണിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇനിഷ്യേറ്റീവ് എന്നുള്ള ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് വരാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ടെക്നോളജിയുടെ ഒരു പാർട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ എങ്ങനെ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതും NEP 2020 വളരെ മേജർ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ ആണ്. അപ്പോൾ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം എന്നുള്ളത്, NETF. Okay, it's an autonomous body and this will be created to provide a platform for the free exchange of ideas on the use of technology to enhance learning, assessment, planning and administration. അതായത് എങ്ങനെയാണ് ടെക്നോളജി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് മേഖലകളിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ടെക്നോളജിയുടെ ഒരു യൂസ് എങ്ങനെ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ ഡിഫറെൻറ്റ് മേഖലകൾ ടെക്നോളജി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ദിസ് ഓട്ടോണമസ് ബോഡി, ദാറ്റ് ഈസ് ദ നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം. സോ പ്ലീസ് ഡു റിമെമ്പർ ദിസ് ആസ് വെൽ. സോഫാർ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബോഡീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ റെഗുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് NEP 2020 സജഷൻസ് അല്ലെങ്കിൽ അതിൽ അവർ സ്പെസിഫിക്കലി പറയുന്ന ചില ഇമ്പോർട്ടൻറ്റ് ബോഡീസ് ഉണ്ട്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. സോ റെഗുലേറ്ററി സിസ്റ്റം നമ്മൾ മുഴുവനായിട്ട് നോക്കുമ്പോൾ HECI അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു സിംഗിൾ അംബ്രല്ല ബോഡി ഈ എൻറ്റയർ ഹയർ എഡ്യൂക്കേഷനെ മൊത്തത്തിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ മുകളിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അപ്പം മൊത്തം എൻറ്റയർ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സെപ്ഷൻസ് ഉണ്ട് വിച്ച് എക്സ്ക്ലൂഡ്സ് മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ. മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ ഒഴികെ ബാക്കി
ഉള്ള ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ മുഴുവനായിട്ട് അതിൻ്റെ മുകളിൽ ഒരു റെഗുലേറ്ററി സിസ്റ്റം നമ്മൾ പരിശോധിക്കും, ഒരു സിംഗിൾ അംബ്രല്ല ബോഡി വരെയാണ്, ദാറ്റ് ഇസ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ HECI. സോ ഈ HECI എന്ന് പറയുന്ന ഈ ഒരു ബോഡിക്ക് 4 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചില വേർട്ടിക്കൽസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതാണ് അല്ലേ. അതായത് അക്രഡിറ്റേഷൻ്റെ കാര്യങ്ങളുണ്ട്, ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഉണ്ട്, റെഗുലേഷൻ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഈ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ മേഖലയ്ക്കും കൃത്യമായിട്ട് HECIയുടെ അണ്ടറിൽ എന്തുണ്ടാവും, ചില റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോഡീസ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ 4 ഇൻഡിപെൻഡൻറ്റ് വേർട്ടിക്കൽസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ HECIയുടെ 4 ഇൻഡിപെൻഡൻറ്റ് വേർട്ടിക്കൽസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ, എന്താ ഉത്തരവാദിത്വം? റെഗുലേഷൻ. നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ഫോർ അക്രഡിറ്റേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻസ് കൗൺസിൽ ഫോർ ഫണ്ടിങ്. ദെൻ വി ഹാവ് ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഫോർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ, ഈ HECIയുടെ 4 ഇൻഡിപെൻഡൻറ്റ് വേർട്ടിക്കൽസിൻ്റെ പേരുകൾ ഓർക്കുക, ഫുൾ ഫോംസ് ഓർക്കുക, റെസ്പോൺസിബിലിറ്റീസ് ഓർക്കുക, ഈവൻ ഇതിൻ്റെ ഓർഡർ വരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. The professional councils will act as professional standard setting bodies and they will play a key role in the higher education system and will be invited to be members of the GEC. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ കുറേ വേർട്ടിക്കൽസ് ഉണ്ട്, ഇവരൊക്കെ ആയിരിക്കും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമുക്കുള്ള ചില പ്രൊഫഷണൽ കൗൺസിൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഈ NCT, അതായത് ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പ്രൊഫഷണൽ കൗൺസിൽ, അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ എവിടെ അക്കോമഡേറ്റ് ചെയ്യും, അതോ ഇവരൊന്നും ഉണ്ടാവില്ലേ എന്നുള്ളൊരു കൺസേൺ നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കൗൺസിലുകൾ എന്താവും, ദേ വിൽ ആക്ട് as പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ്. എന്നിട്ട് ഇവരെന്തിൻ്റെ പാർട്ടായിട്ട് മാറും? GEC എന്ന് പറഞ്ഞാൽ എന്താ? GEC ഈസ് ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ഈ പ്രൊഫഷണൽ കൗൺസിൽസ് മാറും ആൻഡ് ദേ വിൽ ബി ടേൺഡ് as പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ്. ഓക്കെ, സോ ഫാർ നമ്മൾ നോക്കിയത് എന്താ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബോഡീസ് ആയിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഇയർ ആൻഡ് ടാർഗറ്റ്സ് എക്സ്പ്ലോർ ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് എക്സ്പ്ലോർ ദി ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ്സ്, ബോഡീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റെഗുലേറ്ററി സിസ്റ്റം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, അതുകൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇത് 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്കുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1 says, according to NEP 2020, one of the verticals of Higher Education Commission of India, General Education Council, will be responsible for accreditation of higher education institutions. And statement 2 says, according to NEP 2020, through a suitable system of graded accreditation and graded autonomy and in a phased manner over a period of 15 years, all higher education institutions in India will aim to become independent self-governing institutions. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചതിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. രണ്ടാമത്തെ നമ്മൾ ആസ് അങ്ങനെ ഡയറക്റ്റ്ലി പഠിച്ചിട്ടില്ല, പക്ഷെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ അത് എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ HECI അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന വേർട്ടിക്കൽ ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അക്രഡിറ്റേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. GECയുടെ ശരിക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്താ? GECയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആണ്. അക്രഡിറ്റേഷൻ ചെയ്യുന്ന ആരാ? നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവോ? ശരിയാവില്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? അക്കോർഡിംഗ് ടു NEP 2020, through a suitable system of graded accreditation and graded autonomy and in a phased manner over a period of 15 years, all higher education institutions in India will aim to become independent self-governing institutions. It's a very, very specific question. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, NEPയുടെ ഡ്രാഫ്റ്റ് അതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കറൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ യൂഷ്വലി നിങ്ങൾ LMSൽ നോക്കിയാലും നിങ്ങൾ ക്ലാസ് റൂം സെഷൻസ് നോക്കിയാലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം നമ്മളവിടെ കവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ സ്പെസിഫിക്കലി ഒരു എക്സാം സ്പെഷ്യലായിട്ടാണ് നമ്മൾ സീരീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് വേഗം പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഈ എൻറ്റയർ NEP എന്ന് പറയുന്ന വളരെ വലിയൊരു ഏരിയനെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് NEPയുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ NEP 2020 ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡ്രീം എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഒരു പാർട്ട് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ അപ്പാർട്ട് ഫ്രം ദിസ് യൂണിവേഴ്സിറ്റീസ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തായി മാറണം? ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി മാറുക എന്നുള്ള ഒരു വിഷനാണ് NEP 2020 ഉള്ളത്. അതായത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താവുക?
ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറാം. അപ്പോൾ അതിന് അവർ വെക്കുന്ന ഒരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റിന് വേണ്ടി അവർ എയിം ചെയ്യുന്നത് 15 വർഷമാണ്. അതൊരു 15 വർഷത്തെ സമയം കൊണ്ട് രാജ്യത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെൽഫ് ഗവേണിംഗ് ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി മാറ്റുക ത്രൂ അക്രഡിറ്റേഷൻ ആൻഡ് ഗ്രേഡഡ് ഓട്ടോണമി. അപ്പോൾ അതൊരു വാലിഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അപ്പോൾ 1 തെറ്റാണ്, 2 ശരി. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാ? സ്റ്റേറ്റ്മെന്റ് 1 is incorrect, but statement 2 is correct. That is option D. So the right answer is option D itself. Moving to the next question. June 2023 ചോദിച്ചാണ് 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. Statement 1 says the NEP 2020 recommends the establishment of an academic bank of credit to facilitate the transfer of credits between institutions. സംശയമൊന്നുമില്ലല്ലോ. It's a very very direct statement from what we have learned. Academic bank of credit important ആണ്. It was a suggestion or a recommendation from NEP 2020 and this facilitate the transfer of credits between the institutions. ആ ഒരു സാധ്യതയെക്കുറിച്ചും നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരുന്നു. രണ്ടാമത്തെ നോക്കൂ. One of the objectives of NEP 2020 is to increase the number of multidisciplinary institutions in the country. അത് ശരിയാണോ? അതും ശരിയാണ് അല്ലേ. നമ്മൾ ആ ടാർഗറ്റ്സ് പഠിച്ച സമയത്ത്, ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ് പഠിച്ച സമയത്ത് ആദ്യത്തെ ഫേസിൽ എന്താ, ഓരോ ഡിസ്ട്രിക്റ്റിലും അല്ലെങ്കിൽ അതിനോടടുത്തും ഒരു ലാർജ് മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്കിലും ഉണ്ടാവുക. അടുത്ത എയിം എന്താണ്? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി മാറുക എന്നുള്ള ഒരു ഗോള് കൂടി നമുക്ക് NEP കാണാൻ പറ്റും. അപ്പം അങ്ങനെ ചിന്തിച്ചാൽ രാജ്യത്തെ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നമ്പർ കൂട്ടുക എന്നുള്ളത് NEP 2020 വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എയിം തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are true. That is option A. So the right answer is option A itself. Moving to the next question. Which of the following are recommendations of the NEP 2020 for improving the quality of higher education in India? അപ്പോൾ ഇതിനകത്ത് നിന്ന് ക്വാളിറ്റി ആസ്പെക്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. NEP 2020 മേജർ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി എൻഹാൻസ്മെന്റ്. അപ്പോൾ ഇതിൻ്റെ ഏത് റെക്കമെൻഡേഷൻ നിങ്ങൾ എടുത്താലും അല്ലെങ്കിൽ എൻറ്റയർ ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന ഏത് തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് എടുത്താലും ഇതെല്ലാം അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തിലേക്കായിരിക്കും? ആ ഒരു ക്വാളിറ്റി എൻഹാൻസ്മെന്റ് എന്നുള്ള ആസ്പെക്റ്റിലേക്കായിരിക്കും. അപ്പോൾ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ഈ NEP 2020 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ ഓഫ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, NRF നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അത് NEP ഒരു സജഷനാണ് ഇൻ ഓർഡർ ടു എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. 2 അക്രഡിറ്റേഷൻ ഓഫ് ഓൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ശരിയാണ് അല്ലേ. നമ്മൾ ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റനിൽ കണ്ടായിരുന്നു. അതായത് പ്രോപ്പർ അക്രഡിറ്റേഷനിലൂടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ ഗ്രേഡിങ്ങിലൂടെ ഗ്രാജുവലി എന്ത് ചെയ്യണം? സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറ്റുക. അപ്പോൾ അതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. 3 ഇന്റഗ്രേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻ ടു മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് അഗെയിൻ ട്രൂ. നമ്മൾ ഓൾറെഡി ആ വൊക്കേഷണൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ മെൻഷൻ ചെയ്തിരുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷനിലേക്ക് 50% ലേണേഴ്സിനെങ്കിലും എക്സ്പോഷർ ഉണ്ടാവാമെന്ന് വലിയൊരു ടാർഗറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനോട് കൂടി അല്ലെങ്കിൽ അതിലേക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആശയമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ധാരണ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു എയിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് അഗെയിൻ ട്രൂ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് വരാൻ പോകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബാക്കി 3 നമുക്ക് അറിയാം, പഠിച്ചതിൽ നിന്ന് തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ നമ്മൾ കണ്ടു. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ ഈ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ NHEQF എന്ന് പറയുന്നത് എന്താ? This will be formulated by the GEC. GEC നിങ്ങൾ ഓർക്കുന്നുണ്ടോ? GEC, HECI അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡീസ് അല്ലെങ്കിൽ റെഗുലേറ്ററി സിസ്റ്റം ഇൻ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ പഠിച്ചപ്പോൾ HECI പഠിച്ചു, അതിന് 4 വേർട്ടിക്കൽസ് പഠിച്ചു. അതിൽ നമ്മൾ പഠിച്ചതാണ് GEC. And this NHEQF will be formulated by the GEC and it shall be in sync with the National Skills Qualification Framework to ease the integration of vocational education into higher education. അപ്പോൾ integration of vocational education into the mainstream എന്നുള്ളൊരു ഗോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഗോളിനെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഫ്രെയിംവർക്ക് ആണ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് NHEQF എന്ന് പറയുന്നത്. ഈ NHEQF ആരാ ഫോർമുലേറ്റ് ചെയ്യുക? GEC formulate ചെയ്യും in sync with the National Skills Qualification Framework NSQF. It's again a very important initiative in higher education. Employability-യുമായിട്ട് ബന്ധപ്പെട്ട സാധ്യതകൾ എൻഹാൻസ് ചെയ്യാനായിട്ട് അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് GEC എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താ? ഇൻ്റഗ്രേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻ ടു ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ അതും എന്ത് തന്നെയാണ്?
NEP 2020 ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഈ 4 ഓപ്ഷൻസും ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിന് NEP 2020 സജസ്റ്റ് ചെയ്യുന്ന റെക്കമെൻഡേഷൻസ് തന്നെയാണ്. സോ വി ക്യാൻ ഗോ വിത്ത് A, B, C and D. A, B, C and D is option D. So the right answer is option D itself. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻസ് ആൻഡ് റിപ്പോർട്ട്സ്. സോ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു എവർഗ്രീൻ ഏരിയ ആണ്. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന, വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. സോ ഡിഫറെൻറ്റ് കമ്മീഷൻസ്, കമ്മിറ്റീസ്, റിപ്പോർട്ട്സ് ഇതൊക്കെ നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒരു 2023 ഒരു പുതിയ ഏരിയ അല്ല, ഇത് ഓൾറെഡി ഉള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, പക്ഷേ ഈ ഏരിയയിൽ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് 2023 എക്സാംസിൻ്റെ ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. കാരണം ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഫ്രം വിച്ച് വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താ ട്രെൻഡ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻസ്, കമ്മിറ്റീസ് ആൻഡ് ദെയർ റിപ്പോർട്ട്സ്, അതാണ് നമ്മുടെ ഫോക്കസ്. സോ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ പെർട്ടിക്കുലർലി ഒരു ഇനിഷ്യൽ ഫേസിൽ നമുക്ക് എപ്പോഴും വേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ
ഇന്ത്യയുടെ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലും വന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെ, ഇത് കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. പോയിന്റ് നമ്പർ 2 ഇസ് ക്രോണോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇയേഴ്സ് ഒക്കെ ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഓർഡറിൽ തന്നെ ആ പേരുകൾ പഠിക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻസ് ആൻഡ് റിപ്പോർട്ട്സിൽ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ നോക്കുകയാണ്. പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇനിഷ്യേറ്റീവ്സ്, കമ്മീഷൻസ്, റിപ്പോർട്ട്സ് ഒക്കെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ചാർട്ടർ ആക്ട്, എൽഫിൻസ്റ്റൺ റിപ്പോർട്ട്, മക്കോളീസ് മിനിറ്റ്, വുഡ്സ് ഡിസ്പാച്ച്, ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ, Calcutta University Commission, Hartow Committee, a Boardwood Report, Zakir Hussain Committee on Basic Education, Surgeon Report. So these are the different initiatives or different commissions or reports that came during the pre-independence period. അപ്പോൾ ഇതിനകത്ത് റെഡ് കളറിൽ വളരെ സ്പെസിഫിക്കലി ഒരു 4 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് റീസെൻറ്റ് എക്സാംസിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അല്ലാത്തൊന്നും ചോദിക്കാം കേട്ടോ. പക്ഷേ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഈ 4 ഇനിഷ്യേറ്റീവ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറച്ച് അധികമായിട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജനറലി 2023 എന്നുള്ളത് മാത്രമല്ല, ജനറലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ 4 കുറച്ച് വെയിറ്റേജ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്വിക്ക്ലി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഈ 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് എക്സ്പ്ലോർ ചെയ്യാം. പ്രൈമറിലി ഈ ഒരു ഓർഡർ പഠിക്കുക. നിങ്ങൾക്ക് ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ രീതിയിൽ വരാം. അപ്പോൾ സ്പെസിഫിക്കലി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 4 നോക്കാനായിട്ട് പോവാം. Wood's dispatch came in the year 1854. So ചാൾസ് വുഡ് എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്പാച്ച് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് കെയിം ഇൻ 1854 ആൻഡ് ദിസ് ഇസ് നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ലെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായിരുന്നു വുഡ്സ് ഡിസ്പാച്ച് എന്നുള്ളത് ഓർക്കുക. സോ പ്ലീസ് ടു റിമെമ്പർ ദിസ് തിങ്, ബിക്കോസ് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. വിച്ച് among the following is known as the Magna Carta of English Education in India? വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി. നിങ്ങൾക്ക് 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇയർ ഓർത്ത് വെക്കുക കേട്ടോ, 1854 വുഡ്സ് ഡിസ്പാച്ച് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ആൻഡ് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു പ്ലാനാണ് വുഡ്സ് ഡിസ്പാച്ചിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സജഷൻ, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്ന് കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയം എന്ന് പറഞ്ഞാൽ 1854 വുഡ്സ് ഡിസ്പാച്ചിൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ ഭാഗമായിട്ട് 1857 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയുടെ 3 പ്രസിഡൻസി ടൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ 3 presidency towns of Calcutta, Bombay and Madras was recommended by the dispatch and the universities were to be modeled after the University of London. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഈ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് വന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ. ചിലപ്പോൾ ചോദിക്കും 1857 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ. ചിലപ്പോൾ ചോദിക്കും യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ്റെ മോഡലിൽ 1857 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ. ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പല ഷിഫ്റ്റുകളിലായിരിക്കും ചോദിക്കുക, പക്ഷേ എല്ലാ എക്സാമിലും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം, 1854 വുഡ്സ് ഡിസ്പാച്ച് വന്നത്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഉള്ള ഇയർ ഏതാ? അതിൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ ഭാഗമായി 1857. അപ്പോൾ ഇയർ കൺഫ്യൂസ്ഡ് ആവരുത്. വുഡ്സ് ഡിസ്പാച്ച് കെയിം ഇൻ 1854 ആൻഡ് 1857 അതിൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ ഭാഗമായി 3 പ്രസിഡൻസി ടൗൺസിൽ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ്റെ മോഡലിൽ എന്ത് ചെയ്തു? യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ബോംബെ, മദ്രാസ് ആൻഡ് കാൽക്കട്ട. ഇത് വുഡ്സ് ഡിസ്പാച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ. അതിനെ ബേസ് ചെയ്ത് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിനെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇയറിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രീതി ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ബോംബെയോ മദ്രാസോ കൽക്കട്ടയോ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ 1857 എന്നുള്ള ഇയറിനെ കുറിച്ചുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതാണ് വുഡ്സ് ഡിസ്പാച്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സജഷൻ.
അടുത്തത് ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1882-83. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ളത്. സോ പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ്. എക്സാമിൻ്റെ സമയത്ത് എപ്പോഴും ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്താ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് ഈ ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് മെയിൻലി നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ഉണ്ട്, ചില പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവരെ ബേസ് ചെയ്ത് നിങ്ങളോട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആരാ അപ്പോയിന്റ് ചെയ്തത്? സോ ഇറ്റ് വാസ് എ ലാൻഡ്മാർക്ക് കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ വൈസ്രോയ് ലോർഡ് റിപ്പൺ. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർക്കട്ടെ, ആ പേര് ഓർക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് വരാനായിട്ടുള്ള മേജർ കാരണം എന്തായിരുന്നു? 1854 വന്നിട്ടുള്ള വുഡ്സ് ഡിസ്പാച്ച്. അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ നോൺ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചുള്ള കംപ്ലയിൻറ്റ്സ് എന്താണെന്നുള്ളത് കൃത്യമായി പഠിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. സോ പ്ലീസ് ഡു റിമെമ്പർ ദിസ് നെയിം. സോ ഹി വാസ് ദ പേഴ്സൺ ഹു വാസ് റെസ്പോൺസിബിൾ ഫോർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷണൽ കമ്മീഷൻ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ? ഇറ്റ് പെർട്ടിക്കുലർലി ഫോക്കസസ് ഓൺ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ സിഗ്നിഫിക്കൻ്റ്ലി ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് ദ പ്രൈമറി സ്റ്റേജ് ഷുഡ് ബി ഇൻ ദി മദർ ടങ് ഓഫ് ദി ഇൻഡിവിജ്വൽ. അതും ഒരു വളരെ പ്രധാനപ്പെട്ട സജഷൻ ആയിരുന്നു. പ്രൈമറി സ്റ്റേജിൽ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മദർ ടങ് തന്നെ ഉപയോഗിക്കുക എന്നുള്ളൊരു സജഷൻ കൂടി അവരതിനകത്ത് പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ പ്രൈമറി അതുപോലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ ആണെങ്കിൽ ലോക്കൽ ബോഡീസിന് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിന് അതെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് എങ്ങനെ അത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സഹായകരമാകുന്ന രീതിയിൽ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ഉള്ള മോഡൽ സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഹണ്ടർ കമ്മീഷൻ്റെ മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്. Now we are moving to the next important initiative, that is Indian Universities Commission of 1902. So this commission was a body appointed in 1902 on the instructions of Viceroy of India Lord Curzon. So please do remember this name. And also ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് സ്പെസിഫിക്കലി, അതായത് ഇപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ തന്നെ ഫോക്കസ് ചെയ്ത് വന്ന ഒരു കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ വളരെ സിഗ്നിഫിക്കൻ്റ്ലി ഫോക്കസ് ചെയ്ത് വന്ന ഒരു കമ്മീഷനാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ഓഫ് 1902. സോ ഇത് ആരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ആവുന്നത്? ലോർഡ് കഴ്സൺ. ആൻഡ് ദിസ് കമ്മീഷൻ വാസ് ലെഡ് ബൈ തോമസ് റെയ്ലെ. അപ്പോൾ ഈ രണ്ട് പേരുകൾ ഓർക്കുക. ദീസ് പേഴ്സണാലിറ്റീസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ ലോർഡ് കഴ്സന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം തോമസ് റെയ്ലയുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ലീഡ് ചെയ്തിട്ടാണ് 1902 ഇങ്ങനൊരു കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദ Indian Universities Act was enacted in 1904 as a result of the Commission's report and recommendations, and regulations for reformation of university senates in Indian universities, greater representation of affiliated colleges in the senates, then the stricter monitoring of affiliated institutions by the universities, and the affiliation between universities and colleges as well as the territorial limits of a university may now be decided by the Governor General. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എവിടെ കൊടുത്തിരിക്കുന്നത്? ഇതിന് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഔട്ട്കം എന്തായിരുന്നു? അഫ്കോഴ്സ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 ഈ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെയും സജഷൻസിൻ്റെയും ഭാഗമായിട്ടാണ് the Indian Universities Act of 1904 നിലവിൽ വരുന്നത്. ഇറ്റ്സ് എ വെരി വെരി സിഗ്നിഫിക്കൻറ്റ് ഔട്ട്കം ഓഫ് ദിസ് കമ്മീഷൻ. ആൻഡ് അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണ് ഇവരുടെ ഫോക്കസ്. അതുകൊണ്ട് തന്നെ എന്താ, യൂണിവേഴ്സിറ്റി സെനറ്റ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി നന്നാക്കുക, അഫിലിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കുക, അതോടൊപ്പം തന്നെ ഈ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്ട്രിക്റ്റ് മോണിറ്ററിങ് നടത്തുക. അതുമാത്രമല്ല ഈ യൂണിവേഴ്സിറ്റീസും കോളേജസും തമ്മിലുള്ള അഫിലിയേഷൻ, അതിൻ്റെ ടെറിട്ടോറിയൽ ലിമിറ്റ്സ്, അതൊക്കെ ഗവർണർ ജനറലിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നൊരു ഇനിഷ്യേറ്റീവായിട്ട് അല്ലെങ്കിൽ വരുന്നൊരു കാര്യമായിട്ട് അതിനെ കൺസിഡർ ചെയ്യുക. ഇങ്ങനെയുള്ള ചില റെക്കമെൻഡേഷൻസ് ആണ് മെയിൻലി ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഓഫ് 1917 വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് സാഡ്ലർ കമ്മീഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്
അവരെപ്പോഴും കാലിക്കറ്റ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് ചോദിക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ദേ യൂസ് സാറ്റ്ലർ കമ്മീഷൻ ഓൾസോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. സോ ആ ഒരു പേര് സാറ്റ്ലർ എന്ന് പറയുന്ന ആളായിരുന്നു ചെയർമാൻ. അതുകൊണ്ടാണ് സാറ്റ്ലർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പേരും കൂടി ഇതിനുള്ളത്. ആൻഡ് വൈ ഇസ് ഇറ്റ് കോൾഡ് as Calcutta University Commission? Because this commission was appointed to study and report on the problems of Calcutta University. Calcutta യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലംസ്, അതിനെക്കുറിച്ച് പഠിക്കുക, അതുമായി റിലേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് സമർപ്പിക്കുക എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഈ കാലിക്കറ്റ യൂണിവേഴ്സിറ്റി അഥവാ സാറ്റ്ലർ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈവൻ ദോ അത് കാലിക്കറ്റ യൂണിവേഴ്സിറ്റിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എങ്കിൽ പോലും പൊതുവിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന് കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എടുക്കാൻ സാധിക്കുന്ന ചില വളരെ വാലിഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇവല്യൂഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ആൻഡ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എന്താ? സെറ്റിംഗ് അപ്പ് ഓഫ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഔട്ട്കം ഈ സാറ്റ്ലർ കമ്മീഷൻ അല്ലെങ്കിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ലേറ്റർ ഓൺ ഇത് ഡിസോൾവ് ചെയ്തു, പിന്നീട് അത് വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇൻ ദ ഹിസ്റ്ററി. ബട്ട് ഒരു ഇനിഷ്യൽ ഫേസിൽ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം അതിലേക്ക് എത്തിച്ചത് സാറ്റ്ലർ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ആയിരുന്നു. സോ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ദാറ്റ് യു ക്യാൻ റിമെമ്പർ when it comes to Calcutta University Commission, and also the pre-independence India or the initiatives of the pre-independence India in general. അപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ചില കമ്മീഷൻസ് റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ നോക്കി. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലേക്ക് നിങ്ങൾ വന്നാൽ അവിടുത്തെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് അതിൻ്റെ ഇയേഴ്സ് ഒക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. രാധാകൃഷ്ണൻ കമ്മീഷൻ 1948-49, Dr. Muthiah Commission of 1952-53, National Council on Women's Education of 1958, Hansa Mehta Committee of 1962, Bhakta Valsalam Committee of 1963, National Council for Women's Education of 1964. അപ്പോൾ ഇതെല്ലാം വിമൻസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ് കേട്ടോ. Kothari Commission of 1964 to 1966, National Knowledge Commission, which is also known as NKC of 2005, and Yashpal Committee of 2009. So these are the important commissions or different initiatives in the post-independent India. Post-independent India important initiatives ഒരു chronological orderൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. So this order is very important. അങ്ങനെ questions ചോദിക്കാം. ഇതിൽ തന്നെ വളരെ സ്പെസിഫിക്കലി നമ്മൾ നോക്കുമ്പോൾ രാധാകൃഷ്ണൻ കമ്മീഷൻ, ഡോക്ടർ മുത്തലിയ കമ്മീഷൻ, കൊത്താരി ആൻഡ് NKC or നാഷണൽ നോളജ് കമ്മീഷൻ, ഇത് നാലുമാണ് പ്രോമിനൻ്റ്ലി ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ളത്. റീസെൻറ്റ് എക്സാംസിന് വിമൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇനിഷ്യേറ്റീവിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വിമൻസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആണെന്ന് ഓർക്കുക. ഇതിനൊക്കെ ഡീറ്റെയിൽ സെഷൻസ് നമ്മുടെ LMSലും അതുപോലെ തന്നെ ജനറലി നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എന്താ? രാധാകൃഷ്ണൻ കമ്മീഷൻ, മുത്തലിയാർ കമ്മീഷൻ, കൊത്താരി കമ്മീഷൻ, നാഷണൽ നോളജ് കമ്മീഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ജനറൽ അവയർനെസ് നമുക്ക് ക്വിക്ക്ലി നോക്കാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ രാധാകൃഷ്ണ കമ്മീഷൻ്റെ ഒറിജിനൽ പേര് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സോ ദറ്റ് നെയിം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് ചോദിച്ചാലും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് ചോദിച്ചാലും ഇറ്റ്സ് വൺ ആൻഡ് ദ സെയിം. ഇയർ ഓർക്ക 1948 ആണ്. And it is popularly known as Radhakrishnan Commission. And the Radhakrishnan Commission was established to investigate the situation of Indian university education and make recommendations for improvements and extensions that might be desirable to suit the present and future needs and aspirations of the country. Of course, University Education Commission എന്നുള്ള അതിൻ്റെ മറ്റൊരു പേര് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് മനസ്സിലാവും അല്ലേ? അതായത് ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ എക്സ്റ്റൻഷൻസ് വേണം എന്നുള്ള കാര്യമായിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്തതെന്നുള്ളത് നമുക്ക് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ പറഞ്ഞൊരു സജഷൻ എന്തായിരുന്നു? ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ. സോ ഇറ്റ് റെക്കമെൻഡഡ് ദാറ്റ് ദ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മിറ്റി ബി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ദ ജനറൽ മോഡ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ. അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ UGC, നമ്മൾ ഇന്ന് കാണുന്ന UGC നിലവിൽ വരാനായിട്ടുണ്ടായ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സോ നമുക്ക് സർജൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ആ ലിസ്റ്റിൽ അവസാനമായിട്ട് നിങ്ങൾ ഒരു ഇനിഷ്യേറ്റീവ് കണ്ടിരുന്നു. അപ്പോൾ അവർ ഈ ഇംഗ്ലണ്ടിൻ്റെ ഒരു മോഡലിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന UGC എന്ന് പറഞ്ഞ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ UGCയുടെ ഒരു രൂപീകരണം അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മിറ്റീനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ആക്കി മാറ്റുക എന്നുള്ള റെക്കമെൻഡേഷൻ
ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ആയിരുന്നു എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില സജഷൻസ്, എസ്പെഷ്യലി ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില സജഷൻസ് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സെക്ടർ നമ്മൾ എടുക്കുമ്പോൾ ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ്, ആർട്സ് ആൻഡ് സയൻസ് ഫാക്കൽറ്റീസുള്ള ടീച്ചിങ് യൂണിവേഴ്സിറ്റീസിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ഇവർ പറയുന്നുണ്ട്. സോ ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ്, ആർട്സ് ആൻഡ് സയൻസ് ഫാക്കൽറ്റീസ് ഇസ് സെറ്റ് അറ്റ് 3000 and in affiliated college at 1500. അപ്പോൾ ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻ കോളേജസ് അതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ് പറയുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ഡേയ്സിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് 180 days. സോ ഇൻക്രീസിങ് ഓഫ് വർക്കിംഗ് ഡേയ്സ് ടു 180 in a year. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സജഷൻ ആണ്. പിന്നെ റിലീജിയസ് എഡ്യൂക്കേഷൻ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അത് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സജഷൻ ആയിരുന്നു. അതായത് ഒരു ഡിഗ്രി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ 3 വർഷം ഉണ്ടല്ലോ, അപ്പോൾ 3 വർഷത്തിൽ ഓരോ വർഷവും ഏത് രീതിയിൽ റിലീജിയസ് എഡ്യൂക്കേഷൻ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് രാധാകൃഷ്ണൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി റീജിയണൽ ലാംഗ്വേജ് and English be replaced as early as possible by an Indian language which cannot be Sanskrit or account of vital difficulties. അപ്പോൾ ഇവിടെ സ്പെസിഫിക്കലി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി in the regional language in higher education also. ഇംഗ്ലീഷിന് പകരം മറ്റൊരു ലാംഗ്വേജ്, ഇന്ത്യൻ ലാംഗ്വേജ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ നമുക്ക് ഇങ്ങനെ പറയാം: ദ സ്റ്റുഡൻസ് നീഡ് ടു ബി വെൽ വേഴ്സ്ഡ് വിത്ത് 3 ലാംഗ്വേജസ്. ഏതൊക്കെയാണ്? റീജിയണൽ, ഫെഡറൽ ആൻഡ് ഫോറിൻ. അതായത് റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ മെയിൻ ഇൻസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇസ് ദ റീജിയണൽ ലാംഗ്വേജ്. ഫെഡറൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ്. പിന്നെ ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ്, പ്രിഫറബിളി ഇംഗ്ലീഷ്. അപ്പോൾ ഇതിനകത്ത് ഫെഡറൽ ലാംഗ്വേജ് ദേവനാഗരി സ്ക്രിപ്റ്റ് ആണ് എംപ്ലോയ് ചെയ്തായിട്ട് അവർ സ്പെസിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മൾ ഈ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഐഡിയ പറയുന്നുണ്ട്. ശരിക്കും ഈ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറഞ്ഞൊരു ആശയം ആസ് സച്ച് റെക്കമെൻഡ് ചെയ്ത ആരാ? കൊത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് 3 ലാംഗ്വേജ് ഫോർമുല എന്നൊരു ആശയം വരുന്നത്. പക്ഷേ ഈവൻ ബിഫോർ ദാറ്റ് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ലാംഗ്വേജിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവിനും ഒരു 3 ലാംഗ്വേജ് ഫോർമുല തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആവുന്നത് 3 ലാംഗ്വേജ് ഫോർമുല ആസ് സച്ച് ഫോർമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് സജസ്റ്റ് ചെയ്ത കൊത്താരി കമ്മീഷൻ തന്നെയാണ്. പക്ഷേ മുമ്പേ രാധാകൃഷ്ണൻ കമ്മീഷനും അങ്ങനെ തന്നെ ഒരു പാറ്റേൺ ആയിരുന്നു സജസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. Now we are moving to the next important commission of the post-independent India, that is Dr. Mudaliar Commission, which is also known as Secondary Education Commission. ഇപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള പേര് നിങ്ങൾ ഓർക്കുക. ആൻഡ് ദിസ് കമ്മീഷൻ ഹാസ് റെക്കമെൻഡഡ് ദാറ്റ് ദി സെക്കൻഡറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ 11 to 17 years of age. 11 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾ അടങ്ങുന്ന സെക്കൻഡറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് ഇതിനകത്ത് മെയിൻലി അവർ കൊടുത്തത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 years which can be divided into 2 parts. ആ മുഴുവൻ 7 വർഷത്തെ ഒരു 3 year സെക്കൻഡറി ആൻഡ് 4 year ഹയർ സെക്കൻഡറി ആയിട്ട് അവർ തരംതിരിക്കുന്നു. ആൻഡ് ഓൾസോ ദ കമ്മീഷൻ ഹാസ് റെക്കമെൻഡഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ 3 year ഡിഗ്രി കോഴ്സ് ഓൾസോ. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതിനകത്ത് ഈ 3 year സെക്കൻഡറി അല്ലെങ്കിൽ ലോവർ സെക്കൻഡറി സ്റ്റേജിൽ എല്ലാ കുട്ടികൾക്കും എന്താ കോമൺ ആയിട്ടുള്ള ഒരു കരിക്കുലം ആയിരിക്കും. അൺഡൈവേഴ്സിഫൈഡ് അല്ലെങ്കിൽ ജനറൽ കോമൺ ആയിട്ടുള്ള സിലബസ് ആണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിഷയങ്ങൾ, ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ്. അത്രയും ഡീറ്റെയിലിംഗിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ലോവർ സെക്കൻഡറി സ്റ്റേജിൽ ഒരു കോമൺ സിലബസ് ആണ്. എന്നാൽ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പം 2 തരത്തിലുള്ള ടോപ്പിക്സിനകത്ത് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് 2 തരത്തിലുള്ള കരിക്കുലം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 types of curriculum as such in higher secondary education. എന്ന് പറഞ്ഞാൽ കോർ ആയിട്ട് എല്ലാവരും ഒരുപോലെ പഠിക്കേണ്ട ഒരു കോർ കരിക്കുലം ഉണ്ടാവും, which is common for all the students, includes language, general science, social studies and craft. അതായത് ലോവർ സെക്കൻഡറിയിൽ എല്ലാവർക്കും കോമൺ ആണ്. ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ എന്താണ്, 2 കരിക്കുലം ഉണ്ട്. ഒരു കോർ കരിക്കുലം ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കേണ്ട ചില സബ്ജക്ട്സ് ഉണ്ട്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഈ കോർ കരിക്കുലത്തിൻ്റെ കൂടെ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻസ് കൂടി എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യാണ്. വിച്ച് ഇൻക്ലൂഡ് 7 different groups. 7 ഗ്രൂപ്പുകളിലായിട്ട് ഓരോ സ്റ്റുഡൻറ്റിനും അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ഈ കോർ കരിക്കുലത്തിൻ്റെ കൂടെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ടൊരു പോസിബിലിറ്റി കൂടി കൊടുക്കുന്നുണ്ട്. സോ ഇൻ അഡീഷൻ ടു ദ കോർ കരിക്കുലം എവറി സ്റ്റുഡൻറ്റ് ഹാസ് ടു ടേക്ക് 3 subjects ദ ഹയർ സ്റ്റേജ് ഔട്ട് ഓഫ് ദി ഫോളോയിങ് 7 groups. അപ്പോൾ ആ ഗ്രൂപ്പ്സും അതിനകത്ത് വരുന്ന സബ്ജക്ട്സും ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ഡീറ്റെയിൽസ് ആണ്, നിങ്ങളുടെ ഓവറോൾ ഐഡിയ ഉണ്ടായാലും മതിയാവും. അപ്പോൾ ഏതൊക്കെയാണ്? ഹ്യൂമാനിറ്റീസ്, സയൻസ്, ടെക്നിക്കൽ, കൊമേഴ്ഷ്യൽ, അഗ്രികൾച്ചറൽ, fine arts, home science. So these are the
various streams from which the students can actually select 3 courses along with the core curriculum. അപ്പോൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിനകത്ത് പല കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ പല സ്കൂളുകളും എന്താ ഇതിനകത്ത് പല കോമ്പിനേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? ദി സ്കൂൾസ് വുഡ് നൗ ബി മൾട്ടി പർപ്പസ് സ്കൂൾസ് ഓഫറിംഗ് ഡിഫറെൻറ്റ് സ്ട്രീംസ് ഇൻ ദി സെയിം സ്കൂൾ. ഒരേ സ്കൂളിൽ തന്നെ പല സ്ട്രീംസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂൾസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു മൾട്ടി പർപ്പസ് സ്കൂളുകൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫേസിലേക്ക് വരും. അതും ഇതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെക്കമെൻഡേഷൻ ആയിരുന്നു. കമ്മിങ് ടു ദി medium of instruction. The mother tongue or the state language should be made the medium of instruction. The students should be taught at least 2 languages at the junior high school stage, and the secondary stage students should learn at least 3 languages. അപ്പോൾ മദർ ടങ് തന്നെയാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ലോവർ സെക്കൻഡറിയിൽ എന്ത് ചെയ്യണം? കുട്ടികൾ 2 ലാംഗ്വേജ് എങ്കിലും പഠിച്ചിരിക്കണം. ഹയർ സെക്കൻഡറി ആകുമ്പോഴത്തേക്ക് 3 ലാംഗ്വേജസിൽ അവർ വെൽ വേഴ്സ്ഡ് ആവണം. ഇതായിരുന്നു മുത്തലിയാർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട സജഷൻ എന്ന് പറയുന്നത്. Now we are moving to the next important commission, that is Kothari Commission of 1964-66. അപ്പോൾ this was constituted in July 14th, 1964, and this is also known as the National Education Commission. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് തരാം, ചില സമയം കൊത്താരി കമ്മീഷൻ എന്ന് തരാം, ചിലപ്പോൾ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് മാത്രം തരാം. അപ്പോൾ ഇതെല്ലാം കൊത്താരി കമ്മീഷനെയാണ് റെഫർ ചെയ്യുന്നതെന്ന് ഓർക്കാം. ആൻഡ് ദ റിപ്പോർട്ട് വിച്ച് വാസ് സബ്മിറ്റഡ് ബൈ ദിസ് കമ്മീഷൻ, ഈ ഒരു ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ റിപ്പോർട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ഹർ ക്ലാസ് റൂംസ്. അപ്പോൾ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷേപ്ഡ് ഇൻ ദി ക്ലാസ് റൂംസ് എന്നുള്ളതാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൊട്ടേഷൻ ദാറ്റ് യു നീഡ് ടു റിമെമ്പർ, ബിക്കോസ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി ആയിരുന്നു എന്നുള്ളത് ഓർക്കാം. അപ്പോൾ ഈ കൊത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിനെ ഒരു 5 point പ്രോഗ്രാമായിട്ട് ഇങ്ങനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ എഡ്യൂക്കേഷനിലൂടെ എന്തൊക്കെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ അക്കംപ്ലിഷ് ചെയ്യണം എന്നാണ് കൊത്താരി കമ്മീഷൻ പറയുന്നത്. ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ടു സ്ട്രെങ്തൻ ദ സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻറ്റഗ്രേഷൻ, ടു മോഡേണൈസ് ദ കൺട്രി, ടു ഡെവലപ്പ് സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്, ടു ഡെവലപ്പ് ഡെമോക്രാറ്റിക് വാല്യൂസ്. സോ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രൊഡക്ടിവിറ്റി, സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻറ്റഗ്രേഷൻ, കൺട്രിയുടെ മോഡേണൈസേഷൻ, സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്, അതുപോലെ ഡെമോക്രാറ്റിക് വാല്യൂസ്, ഇതൊക്കെ എഡ്യൂക്കേഷനിലൂടെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു കൊത്താരി കമ്മീഷൻ്റെ പൊതുവിലുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് കൊത്താരി കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ ഫ്രം കൊത്താരി കമ്മീഷൻ. ലാംഗ്വേജസിനെ കുറിച്ച് നമുക്കറിയാം. 3 ലാംഗ്വേജ് ഫോർമുല, ഒഫീഷ്യലി 3 ലാംഗ്വേജ് ഫോർമുല സ്റ്റേറ്റ് ലെവൽസിൽ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള സജഷൻ ഇവർ പറഞ്ഞിട്ടുണ്ട്. And it also recommended the promotion of regional languages, Sanskrit as well as international language, preferably English. അപ്പോൾ റീജിയണൽ ലാംഗ്വേജ് സാൻസ്കൃതാണ് എംഫസൈസ് ചെയ്യുന്ന റീജിയണൽ ലാംഗ്വേജ്, അതുപോലെ സാൻസ്കൃത് പോലെയുള്ള ലാംഗ്വേജസ്, ഇന്റർനാഷണൽ ലാംഗ്വേജിനും ഒക്കെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു എസെൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദമാണ് ഇവർ ഫോക്കസ് ചെയ്തിരുന്നത്. ആൻഡ് മാത്സ് ആൻഡ് സയൻസ് വാസ് ഗിവൺ എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദി എഡ്യൂക്കേഷൻ സെക്ടർ ബൈ കൊത്താരി കമ്മീഷൻ, because they consider these subjects as an integral part of the growth of the nation. അപ്പോൾ രാജ്യത്തിൻ്റെ ഗ്രോത്തിന് സയൻസ് ആൻഡ് മാത്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പാർട്ടായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷനിൽ മാത്സ് ആൻഡ് സയൻസിനെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പാർട്ടായി, ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ടാണ് കൊത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ 10+2+3 പാറ്റേൺ, ദ കറന്റ് 10+2+3 പാറ്റേൺ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. And also one of the most important recommendations of the Kothari Commission was the National Policy on Education. So ഇതിനു മുമ്പ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പഠിച്ച സമയത്ത്, അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു രാജ്യത്തെ ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി ഏത് വർഷം വന്നത് 1968, രണ്ടാമത് 1986. അപ്പോൾ 1968 വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വാസ് എ റെക്കമെൻഡേഷൻ ഓഫ് കൊത്താരി കമ്മീഷൻ. ആൻഡ് ഓൾസോ ഇനി നമ്മൾ രണ്ടാമത്തെ 1986 നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ നോക്കിയാലും അതും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. കൊത്താരി കമ്മീഷൻ്റെ സജഷൻസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ആസ് പെർ റെക്കമെൻഡേഷൻസ് ഓഫ് കൊത്താരി കമ്മീഷൻ, ദി എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ വാസ് സ്ട്രാറ്റിഫൈഡ് ഇൻ ടു നാഷണൽ ബോഡീസ്, സ്റ്റേറ്റ് ബോഡീസ് ആൻഡ് സെൻട്രൽ ബോഡി. അപ്പോൾ കൃത്യമായിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കൊത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു. ആൻഡ് അബൌട്ട് ദിസ് തിങ്, ഇറ്റ് റെക്കമെൻഡഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 6% ഓഫ് GDP ഷുഡ് ബി സ്പെൻഡ് ഓൺ
എഡ്യൂക്കേഷൻ. സോ ഈ ഒരു നമ്മൾ ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പറയുമ്പോഴും അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 2020 പറയുമ്പോഴും ഈ സെയിം ഒരു അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൻ്റെ 6% തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള സജഷൻസ് ഇതിന് മുമ്പുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് ഒക്കെ റെക്കമെൻഡ് ചെയ്തതാണ്. പക്ഷേ സോഫാർ ഇപ്പോഴും നമുക്ക് അതിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ സെയിം ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ സെയിം ഒരു ആസ്പെക്റ്റ് തന്നെയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും അതിൻ്റെ ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആസ്പെക്റ്റിൽ പറയുന്നു എന്നുള്ളതും ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Now we are moving to the next important commission, that is National Knowledge Commission or NKC. ഇതിൻ്റെ മറ്റൊരു പേരാണ് സാം പിട്രോഡ കമ്മിറ്റി. സോ പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ് ഓൾസോ. സാം പിട്രോഡ എന്നായിരിക്കും ചിലപ്പോൾ തരിക. സാം പിട്രോഡ കമ്മിറ്റി ഓർ നാഷണൽ നോളജ് കമ്മീഷൻ. സോ ദിസ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് on 13 June 2005 with a time frame of 3 years from 2nd October 2005 to 2nd October 2008. അപ്പോൾ ഈ 2 വർഷങ്ങൾ തമ്മിൽ നിങ്ങൾ മാറിപ്പോരുത്. സോ ഈ സാം പിട്രോഡ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡേറ്റ് ഏതാ? 13 June 2005. ഇനി അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഒരു 3 year ടൈം ഫ്രെയിമിലേക്കാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 13 June 2005 ആണ്. അവരുടെ ടൈം ഫ്രെയിം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2nd October 2005 to 2nd October 2008. അപ്പോൾ ആ ഇയേഴ്സ് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇയർ ഓർക്കുക, അവരുടെ ടൈം ഫ്രെയിമും ഓർക്കാം. സോ ഈ NKC അല്ലെങ്കിൽ നാഷണൽ നോളജ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്തായിരുന്നു? ഇറ്റ് വാസ് എ ഹൈ ലെവൽ അഡ്വൈസറി ബോഡി to the Prime Minister of India with the objective of transforming India into a knowledge society. ഇന്ത്യനെ ഒരു നോളജ് സൊസൈറ്റി ആയി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഹൈ ലെവൽ അഡ്വൈസറി ബോഡി ആയിട്ടാണ് NKC നിലവിൽ വന്നത്. അപ്പോൾ 5 പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്, നോളജുമായിട്ട് ബന്ധപ്പെട്ട 5 പ്രധാനപ്പെട്ട ഏരിയാസ് ആയിരുന്നു NKC ഫോക്കസ് ചെയ്തിരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ആക്സസ് ടു നോളജ്, നോളജ് കോൺസെപ്റ്റ്സ്, നോളജ് ക്രിയേഷൻ, നോളജ് ആപ്ലിക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബെറ്റർ നോളജ് സർവീസസ്. അപ്പോൾ നോളജ് എന്ന് പറയുമ്പോൾ നോളജ് ആക്സസ് ചെയ്യുക, അത് കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നോളജ് ക്രിയേറ്റ് ചെയ്യുക, അത് നോളജ് അപ്ലൈ ചെയ്യണം അല്ലേ, ആപ്ലിക്കേഷൻ ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ നോളജ് കൊണ്ട് ബെറ്റർ സർവീസസ് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള നോളജിൻ്റെ തന്നെ ഒരു 5 പാരഡൈംസ് ആണ് NKC ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഈ ടേംസ് ഓർക്കുക, ആക്സസ്, കോൺസെപ്റ്റ്സ്, ക്രിയേഷൻ, ആപ്ലിക്കേഷൻ ആൻഡ് സർവീസസ്. അത് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇനിയും ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്? അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കീ ഏരിയാസ് 5 നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? എക്സ്പാൻഷൻ, എക്സലൻസ് ആൻഡ് ഇൻക്ലൂഷൻ. അപ്പോൾ എക്സ്പാൻഷൻ, എക്സലൻസ്, ഇൻക്ലൂഷൻ ആണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി എക്സ്പാൻഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന കോൺട്രിബ്യൂഷൻസ് എന്താ? ക്രിയേറ്റ് മെനി മോർ യൂണിവേഴ്സിറ്റീസ്, കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, സോ ദാറ്റ് വി കൻ എക്സ്പാൻഡ് ദി എൻറ്റയർ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻ, ആ സിസ്റ്റത്തിൽ ചേഞ്ചുകൾ കൊണ്ടുവരിക. ആൻഡ് ഫിനാൻസിങ്, അതായത് പബ്ലിക് സ്പെൻഡിങ് ആൻഡ് ഡൈവേഴ്സിഫൈ ദ സോഴ്സസ് ഓഫ് ഫിനാൻസിങ്. ഈ എഡ്യൂക്കേഷൻ്റെ എക്സ്പാൻഷന് പണം ആവശ്യമാണ്, ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ അത് പബ്ലിക് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റ് സോഴ്സുകൾ കണ്ടെത്തുക. ആൻഡ് സ്പെസിഫിക്കലി എസ്റ്റാബ്ലിഷ് 50 നാഷണൽ യൂണിവേഴ്സിറ്റീസ്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. 50 നാഷണൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആരാ പറഞ്ഞത്? NKC അല്ലെങ്കിൽ സാം പിട്രോഡ കമ്മീഷനാണ്. ദെൻ വി ഹാവ് എക്സലൻസ്. എക്സലൻസിൻ്റെ ഭാഗമായിട്ട് എന്താ? 3 ഒബ്ജക്റ്റീവ്സ് നമുക്കുണ്ട് അല്ലേ? എക്സ്പാൻഷൻ, എക്സലൻസ് ആൻഡ് ഇൻക്ലൂഷൻ. അപ്പോൾ എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എക്സലൻസിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ്? റീഫോം എക്സിസ്റ്റിംഗ് യൂണിവേഴ്സിറ്റീസ്, റീസ്ട്രക്ചർ അണ്ടർ ഗ്രാജുവേറ്റ് കോളേജസ്, പ്രൊമോട്ട് എൻഹാൻസ്ഡ് ക്വാളിറ്റി. അപ്പോൾ ഓൾറെഡി ഉള്ള യൂണിവേഴ്സിറ്റീസ് റീഫോം ചെയ്യുക, അണ്ടർ ഗ്രാജുവേറ്റ് കോളേജസിൻ്റെ റീസ്ട്രക്ചറിങ് നടത്തുക, അതുപോലെ തന്നെ ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റ് നടത്തുക. അതിലൂടെ എക്സലൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായിരുന്നു മറ്റൊരു മേഖല എന്ന് പറയുന്നത്. ദെൻ ഇൻക്ലൂഷൻ. ഇൻക്ലൂഷനകത്ത് വരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? എൻഷുർ ആക്സസ് ഫോർ ഓൾ ഡിസേർവിംഗ് സ്റ്റുഡൻസ്, അഫർമേറ്റീവ് ആക്ഷൻസ്. അതായത് കൃത്യമായി ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് എഡ്യൂക്കേഷൻ സെക്ടറിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ആൻഡ് ഓൾസോ മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൃത്യമായി ഹയർ എഡ്യൂക്കേഷനിലേക്ക് ആക്സസിബിലിറ്റി നേടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ദാറ്റ് ഈസ് ഇൻക്ലൂഷൻ. സോ ഇതായിരുന്നു മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് സ്പെസിഫിക്കലി നോക്കാം. The higher education system needs a massive expansion of opportunities to around 1,500 universities nationwide that would enable India to attain a gross enrollment ratio of at least 15% by 2015. അപ്പോൾ ഇവർ പറഞ്ഞ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യമാണ് എക്സ്പാൻഷൻ എന്നുള്ളത് അല്ലേ? അപ്പോൾ കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം 1500ഓളം യൂണിവേഴ്സിറ്റീസ് നേഷൻ വൈഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിനകത്ത് സ്പെസിഫിക്കലി 50 നാഷണൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ റെക്കമെൻഡേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ 1500ഓളം ടോട്ടൽ 1500ഓളം യൂണിവേഴ്സിറ്റീസ് എങ്കിലും
വിവിധ സ്ഥലങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. എസ്റ്റാബ്ലിഷ് ആൻ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ, IRAHE. അതായത് റെഗുലേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് അല്ലേ, അത് നമ്മൾ കണ്ടതാണ് ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ആൻഡ് ഇറ്റ് റെക്കമെൻഡഡ് റീസ്ട്രക്ചറിങ് ഓഫ് കരിക്കുലർ ടു മീറ്റ് ദ ഡിമാൻഡ് ഫോർ മൾട്ടി ഡിസിപ്ലിനറി പ്രൊഫഷണൽസ്. ഇപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നൊരു ഐഡിയ അതിനെ ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിക്കുലത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ച് കരിക്കുലത്തിൽ ഉണ്ടാക്കുക. പിന്നെ ഈ 50 നാഷണൽ യൂണിവേഴ്സിറ്റീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് ഇൻട്രൊഡ്യൂസ് ഇംഗ്ലീഷ് അലോങ് വിത്ത് ദി ഫസ്റ്റ് ലാംഗ്വേജ് സ്റ്റാർട്ടിങ് ഫ്രം ക്ലാസ് 1 ഇൻ സ്കൂൾ. അപ്പോൾ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് അവർ പറഞ്ഞിട്ട് സജഷൻ എന്താണ്, കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതലെങ്കിലും ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, ഒരു ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അലോങ് വിത്ത് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഷുഡ് ബി ഓൾസോ ഇൻട്രൊഡ്യൂസ് ഫ്രം ക്ലാസ് 1. അതും ഒരു ഇമ്പോർട്ടൻറ്റ് സജഷനാണ്. അപ്പോൾ നമ്മൾ സോഫാർ എന്താ ചെയ്തത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലും പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലുമുള്ള കമ്മീഷൻസ് റിപ്പോർട്ട്സ് നമ്മൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ നമ്മൾ ആദ്യം പരിശോധിച്ചു. അതിൽ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില കമ്മീഷൻസിൻ്റെ റെക്കമെൻഡേഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. Now we can move to the question. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. In 1902 in a telegram to Hamilton, who among the following proposed to appoint Indian Universities Commission with 6 permanent members? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നെന്ന് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പോൾ ഈ റെക്കമെൻഡ് ചെയ്ത് ആരോട് റെക്കമെൻഡ് ചെയ്തു എന്നുള്ളൊരു പേര് ഹാമിൽട്ടൺ ഇവിടെ ഉണ്ട്. പക്ഷേ 1902 ഈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ആരുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നത് നമ്മൾ ഓൾറെഡി അത് കണ്ടതാണ്, ലോർഡ് കഴ്സൺ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസംബർ 2023 തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. കമ്മീഷൻ കമ്മിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോക്കസ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. സാറ്റ്ലർ കമ്മീഷൻ, ഹാർത്തോ കമ്മിറ്റി, ദെൻ യു ഹാവ് രാധാകൃഷ്ണൻ കമ്മീഷൻ, യശ്പാൽ കമ്മിറ്റി. ഇതൊക്കെയാണ് ഇവിടെ മെയിൻലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ്റ്ലർ കമ്മീഷനെ നിങ്ങൾക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? സാറ്റ്ലർ കമ്മീഷൻ വാസ് ബേസിക്കലി ഫോർമുലേറ്റഡ് in order to look into the functioning of Calcutta University. Sattler Commission is also known as Calcutta University Commission. നമ്മൾ പഠിച്ചതാണ്. സോ സാറ്റ്ലർ കമ്മീഷൻ നിങ്ങൾക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? ഓപ്ഷൻ 4, ഫംഗ്ഷനിങ് ഓഫ് കൽക്കട്ട യൂണിവേഴ്സിറ്റി. അത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയി. A4 ഉള്ള എത്ര കോമ്പിനേഷൻ ഉണ്ട്? ഒരേ ഒരു കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദി അതർ ഓപ്ഷൻസ് ഓൾസോ. ഹാർത്തോ കമ്മിറ്റിയാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ഹാർത്തോ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ് നോക്കുമ്പോൾ ഈ ഹാർത്തോ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഹാർത്തോ കമ്മിറ്റി നടത്തിയത്. അതായത് നിങ്ങൾ ഹാർത്തോ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് നോക്കിയാൽ പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, വിമൻസ് എഡ്യൂക്കേഷൻ തുടങ്ങി എഡ്യൂക്കേഷൻ്റെ എല്ലാ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ചില സജഷൻസ് ഹാർത്തോ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻസിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻ ദാറ്റ് ആസ്പെക്ട് ബി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 3. രാധാകൃഷ്ണൻ കമ്മീഷൻ അഫ്കോഴ്സ് എന്താണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സംശയമൊന്നുമില്ലല്ലോ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആയിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ഫോക്കസ്. ദാറ്റ് ഇസ് CS2. ഇനി ഡി എന്താ? യശ്പാൽ കമ്മിറ്റി. അപ്പോൾ ഓഫ് കോഴ്സ് റിമൈനിങ് ഒരേ ഒരു ഓപ്ഷനുള്ളൂ, ഫംഗ്ഷനിങ് ഓഫ് UGC ആൻഡ് AICT. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ യശ്പാൽ കമ്മിറ്റി തന്നെ 2 എണ്ണം ഉണ്ട്. അപ്പം നമ്മൾ ആ ലിസ്റ്റിൽ 2009 ഒരു യശ്പാൽ കമ്മിറ്റീനെ കുറിച്ച് ആ ലിസ്റ്റിൽ ഓൾറെഡി കണ്ടിരുന്നു. സോ ആ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ പേരെന്ന് പറയുന്നത് കമ്മിറ്റി ടു അഡ്വൈസ് ഓൺ റിനോവേഷൻ ആൻഡ് റീജുവനേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്നായിരുന്നു. പക്ഷേ യശ്പാൽ കമ്മിറ്റി തന്നെ അറിയപ്പെടുന്ന വേറൊരു കമ്മിറ്റി 1993 എന്തുണ്ടായിരുന്നു? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് നോൺ ആസ് എ നാഷണൽ അഡ്വൈസറി കമ്മിറ്റി. അപ്പോൾ ഈ 2009 വന്നിട്ടുള്ള യശ്പാൽ കമ്മിറ്റിയുടെ ഫോക്കസ് എന്തായിരുന്നു? ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നു. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ എന്നായിരുന്നു അവർ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ പേര്. 1993 വന്ന യശ്പാൽ കമ്മിറ്റി വാസ് മച്ച് മോർ ഫോക്കസിങ് ഓൺ സ്കൂൾ സ്റ്റുഡൻസ്, സ്കൂൾ എഡ്യൂക്കേഷൻ, ആൻഡ് ദ റിപ്പോർട്ട് വാസ് ടൈറ്റിൽഡ് ആസ് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ. അപ്പോൾ 2009 വന്നതിൻ്റെ മേജർ ഫോക്കസ് എന്താ? ഹയർ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? റിനോവേറ്റ് ചെയ്യുക, റീജുവനേറ്റ് ചെയ്യുക. അതായിരുന്നു 2009 യശ്പാൽ കമ്മിറ്റിയുടെ ഉദ്ദേശമെങ്കിൽ 1993 വന്ന യശ്പാൽ കമ്മിറ്റി എന്താ ഫോക്കസ് ചെയ്തത്? ടു അഡ്വൈസ് ഓൺ ദ വേസ് ആൻഡ് മീൻസ് ടു റെഡ്യൂസ് the load on school students at all levels, particularly the young students, while improving quality of learning, including the capability for lifelong self-learning and skill formulation. അതായത് സ്കൂൾ സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ബേർഡൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ആ വിഷയമായിരുന്നു 1993 യശ്പാൽ കമ്മിറ്റിയുടെ ഫോക്കസ്. അപ്പോൾ ഇങ്ങനെ 2 കമ്മിറ്റീസ് ഉണ്ട്. ഇത് രണ്ടും കോമൺലി യശ്പാൽ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് 2009 യശ്പാൽ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ അവർ AICT അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ വിവിധ മേഖലകളെ കുറിച്ച് അവർ പറയുന്നു. UGC AICTയുടെ ഒക്കെ ഫംഗ്ഷനിങ് അത് മാറ്റി വേറെ എന്താ ചെയ്യേണ്ട, അല്ലെങ്കിൽ മാറ്റി വേറൊരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊക്കെയുള്ള റെക്കമെൻഡേഷൻസ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യശ്വാൽ കമ്മിറ്റി കണ്ടതുകൊണ്ട് ആ 2 ഓപ്ഷൻസ് അല്ലെങ്കിൽ 2 രീതിയിലുള്ള അല്ലെങ്കിൽ 2 കമ്മിറ്റീസ് ഒരേ പേരിലുള്ളത് ജസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു എന്നേ ഉള്ളൂ. സോ A4, B3, C2, D1 ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഇറ്റ് സെൽഫ്. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസംബർ 2023 തന്നെ ചോദിച്ചതാണ്. In 1948, under whose chairpersonship a university commission was appointed with the purpose of reconstruction of university education to meet the demand for scientific, technical and other manpower needed for the socio-economic development of the country. And we have various options given here as well. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താം. 1 1948 എന്നുള്ള വർഷം, 2 യൂണിവേഴ്സിറ്റി കമ്മീഷൻ. ആൻസർ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, ഡോക്ടർ S രാധാകൃഷ്ണൻ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇറ്റ് സെൽഫ്. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജൂൺ 2023 നിന്ന് ചോദിച്ചതാണ്. Which of the following universities were established in the year 1857? 1857 എന്ന് പറയുമ്പോൾ തന്നെ എന്തോർക്കുക? 1854 വുഡ്സ് ഡിസ്പാച്ച് ഓർക്കുക. അതിൻ്റെ ഭാഗമായിട്ട് വന്ന 3 യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? കൽക്കട്ട, ബോംബെ, മദ്രാസ്, അലഹബാദ്. ഓഫ് കോഴ്സ് നമുക്കറിയാം അലഹബാദ് വരില്ല. Then we have Calcutta, Bombay and Madras universities as the right answer. So A, B, C ആണ് വരേണ്ടത്. A, B and C only is option B. So the right answer is option B itself. Moving to the next question. Which of the following commissions suggested the establishment of national universities in India? 50ഓളം നാഷണൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞ റെക്കമെൻഡേഷൻ ആരാ പറഞ്ഞ? സാം പിട്രൂഡ കമ്മീഷൻ, which is also known as National Knowledge Commission, NKC. So the right answer is option C. Moving to the next question. Write the correct chronological order of the following commissions and committees on higher education in India. Chronology important ആണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. And we have the option Surgeon Plan, Harto Committee, Calcutta University Commission, Hunter Commission, Indian University Commission. അപ്പോൾ നമ്മളൊരു ലിസ്റ്റ് കണ്ടിരുന്നു അല്ലേ? അതായത് ഇതെല്ലാം എന്താ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കമ്മീഷൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് സംശയമില്ല. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതിനകത്ത് ആദ്യം വരുന്ന ആൾ ആരാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ? അഫ്കോഴ്സ് ദാറ്റ് ഈസ് ഹണ്ടർ കമ്മീഷൻ അല്ലേ? ഹണ്ടർ കമ്മീഷനാണ് തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ കമ്മിറ്റീസിൽ ഏറ്റവും ആദ്യം വരിക. ഹണ്ടർ കമ്മീഷൻ ഏത് വർഷമാണ്? 1882-83. സോ ദാറ്റ് കംസ് ഫസ്റ്റ്. ഹണ്ടർ കമ്മീഷൻ കഴിഞ്ഞിട്ട് വരേണ്ട ആളാരാണ്? ദാറ്റ് ഈസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അല്ലേ? അപ്പോൾ ഹണ്ടർ കമ്മീഷൻ കഴിഞ്ഞു, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ 1902. ഇനി അടുത്ത ആരാ വരേണ്ടത്? ഹണ്ടറും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയും കഴിഞ്ഞാൽ വി കൻ ഗോ വിത്ത് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഓർ സാറ്റ്ലർ കമ്മീഷൻ ദാറ്റ് കെയിം ഇൻ 1917. അത് കഴിഞ്ഞിട്ട് ആര് വരും? ഹാർട്ടോ കമ്മിറ്റി വരും. ഹാർട്ടോ കമ്മിറ്റി ഏത് വർഷമാണ്? ഹാർട്ടോ കമ്മിറ്റി കെയിം ഇൻ 1929. ആൻഡ് ഫൈനലി നമുക്ക് ആരെയും ബാക്കിയുള്ളത്? ദാറ്റ് ഈസ് സർജൻ പ്ലാൻ അല്ലേ? സർജൻ പ്ലാൻ കെയിം ഇൻ 1944. അപ്പം അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് ഏതാ? ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ ഏതാ? ഹണ്ടർ കമ്മീഷനാണ് ആദ്യം വരേണ്ടതെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയി. കാരണം ഡി ആദ്യം വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ DECBA ആണ് കറക്റ്റ് ഓർഡർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഇറ്റ് സെൽഫ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദെയർ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. സോ നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇത് പലപ്പോഴും നമുക്ക് ഭയങ്കര ട്രബിൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ. കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇയേഴ്സ് പഠിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ? പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുമ്പോൾ പലപ്പോഴും പല ക്വസ്റ്റ്യൻസിലും അവർ ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസ് സംവട്ട് സിമിലർ അല്ലെങ്കിൽ സംവട്ട് സെയിം. അതായത് യൂഷ്വലി അവർ എക്സ്പ്ലോർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് പല ക്വസ്റ്റ്യൻസിലും സെയിം ആയിട്ട് തന്നെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസിൻ്റെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരു പരിധി വരെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളിങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് യു ഷുഡ് ബി വെരി ഹാർഡ് വർക്കിംഗ്. നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യവും മനസ്സുണ്ടാവണം. അതുപോലെ തന്നെ കുറച്ച് സ്മാർട്ടായിട്ടൂടെ നമ്മൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ക്രൊണോളജി ഇയേഴ്സൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് മൊത്തം ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഡീൽ ചെയ്യാം.
സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് പഠിക്കാൻ വന്നിട്ട് ആ യൂണിവേഴ്സിറ്റീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യും. സോ ദാറ്റ് ഈസ് ഹൗ വി കെൻ എക്സ്പ്ലോർ ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഡിഫറെൻറ്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇങ്ങനെ സ്ട്രാറ്റജിക് ആയി കുറച്ച് എഫിഷ്യൻ്റ് ആയി പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അല്ലാതെ നമ്മൾ ഫുൾ ലിസ്റ്റ് എടുത്ത് പഠിച്ചാൽ നമ്മൾ മറന്നു പോകാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി കിട്ടിയാൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയം വേസ്റ്റ് ആയി പോകുന്നതാണ്, നമ്മൾ മറന്നുപോയാൽ കാര്യം കഴിഞ്ഞില്ല. അപ്പം ഈ രീതിയിൽ വളരെ സ്പെസിഫിക്കലി പഠിക്കുക, അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇത് ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇവിടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് പറഞ്ഞിരിക്കുന്നത്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, then you have JNU, then University of Allahabad, University of Delhi. ഇനി വേറൊരു ക്വസ്റ്റനിലേക്ക് നമുക്ക് നോക്കാം. ഇത് 2023 ചോദിച്ചാണ്. ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഏതാ? ബോംബെ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റി, ദെൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റി. ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് വന്നേ. ഇതും ഡിസംബർ 2023 തന്നെ ചോദിച്ച വേറെ ബോംബെ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി. ഇത് രണ്ടും മുമ്പുള്ള, അതായത് ബോംബെ യൂണിവേഴ്സിറ്റി ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റിൽ ബോംബെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടു. ആൻഡ് ദെൻ യു ഹാവ് SNDT വിമൻ യൂണിവേഴ്സിറ്റി ഹിയർ ആസ് വെൽ ആസ് ഹിയർ, അപ്പോൾ അവിടെ രണ്ടും ഉണ്ട്. ദെൻ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഉത്കൽ യൂണിവേഴ്സിറ്റി മാത്രമാണ്. ഇനി 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഡൽഹി, ബനാറസ്, മൈസൂർ, SNDT. അതായത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞു പോയ യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് എവിടെ നമ്മൾ കാണുന്നത്, 2023 ഈ ക്വസ്റ്റ്യനും കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് ഹിയർ ഇസ്, ഈവൻ ദോ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ട്, അതായത് പല ക്വസ്റ്റ്യൻസിലും ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ ആവർത്തിച്ച് സെയിം യൂണിവേഴ്സിറ്റീസ് തന്നെ ചോദിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് അവർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇയർ ഒന്ന് പഠിച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസ് ഇങ്ങനെ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുക. ഫുൾ യൂണിവേഴ്സിറ്റീസും അതിൻ്റെ ലിസ്റ്റും എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി വിട്ട് കളഞ്ഞാൽ ഇനി ക്വസ്റ്റ്യൻ വന്നാലോ? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സ്പെസിഫിക്കലി ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റിയാണ് ജൂൺ 2023 ചോദിച്ചത്. ഇതെല്ലാം തന്നെ ഡിസംബർ 2023 നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ കൃത്യമായി ബോംബെ യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ദെൻ ഉത്കൽ യൂണിവേഴ്സിറ്റി ആൻഡ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. സോ ഈ യൂണിവേഴ്സിറ്റീസിൻ്റെ എല്ലാം ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. കൃത്യമായി അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറും ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് കുറഞ്ഞ പക്ഷം ഈ യൂണിവേഴ്സിറ്റീസ് എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ ഒരു പരിധി വരെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയാൽ പലപ്പോഴും അതിന് ചാൻസസ് പല രീതിയിലുണ്ട്. ഇതല്ലാത്ത യൂണിവേഴ്സിറ്റീസും ചോദിക്കാം, പക്ഷേ ഒരു ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ആ പോർഷൻ അങ്ങ് പഠിക്കാൻ പറ്റില്ല എന്ന് വിട്ട് കളയുന്നതിനേക്കാളും നല്ലതല്ലേ എന്തെങ്കിലും ഒരു കാര്യം അതൊന്ന് പഠിച്ച് ഒരു 2 മാർക്ക് കിട്ടുമെങ്കിൽ അത് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇവിടെ നമുക്ക് ഏതൊക്കെയാണ്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ദെൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. അപ്പോൾ ഇത് ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് നമുക്കുണ്ട്. അപ്പോൾ ക്രൊണോളജി ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ആദ്യം വരുന്നത് ഏതാ? യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ആയത്? 1887 അപ്പോൾ അത് ആദ്യം വരും. അടുത്തത് വരുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്താ? അലഹബാദിന് തൊട്ടടുത്ത് വരുന്നുണ്ട്. 1916 നമുക്ക് ബനാറസ് യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അതിനുശേഷം ഏതാ വരുന്നത്? ദെൻ വി ഹാവ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഏത് വർഷം എസ്റ്റാബ്ലിഷ്ഡ് ആയത്? യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1922. ഇനി അടുത്ത വരേണ്ട ഏതാ? അപ്പോൾ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ആൻഡ് ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1969. അപ്പോൾ അതാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CADB ആണ് ഇതിൻ്റെ കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A.
Moving to the next question, which of the following universities were established in the same year of 1916? അപ്പോൾ 1916 തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ 1916 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എത്ര യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ B, C, D ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. B, C and D only is option B. So the right answer is option B. പക്ഷേ ബോംബെ യൂണിവേഴ്സിറ്റിയും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയും നമുക്ക് നോക്കാം. ബോംബെ യൂണിവേഴ്സിറ്റി 1857, പഞ്ചാബ് യൂണിവേഴ്സിറ്റി 1882, റൈറ്റ്? അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാ? ഇവിടെ നമുക്ക് 1916 കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് B, C and D. B, C and D only is option B. So the right answer is option B. Moving to the next question, name of university, year of establishment, match the following question ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി തന്നെ അറിയാം, ഇതിനകത്ത് പലതും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, SNDT വിമൻ യൂണിവേഴ്സിറ്റി നമ്മൾ മുമ്പേ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. 1916 ആ യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. അപ്പം D, SNDT വിമൻ യൂണിവേഴ്സിറ്റി 1916 നമുക്കറിയാം. ഇനി ബോംബെ യൂണിവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ബോംബെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ മെൻഷൻ ചെയ്തു, ദാറ്റ് ഇസ് 1857. അപ്പോൾ ബോംബെ യൂണിവേഴ്സിറ്റി 1857 ആണ്, ദാറ്റ് ഇസ് ഓപ്ഷൻ 4. അപ്പോൾ A4 ആണ്, D1 ആണ് നമ്മൾ പഠിച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു, 1922. അപ്പോൾ 1922 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, 1922. അപ്പോൾ B എന്ന് പറയുന്നത് 3 ആണ്. എന്ന് പറഞ്ഞാൽ A4 1857, ബോംബെ യൂണിവേഴ്സിറ്റി 1857, ഡൽഹി യൂണിവേഴ്സിറ്റി 1922, SNDT വിമൻ യൂണിവേഴ്സിറ്റി 1916. അപ്പോൾ നമുക്കിനി റിമൈനിങ് ആയിട്ടുള്ള ആളാരാ? ഉത്കൽ യൂണിവേഴ്സിറ്റി ആണ് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വന്നത്, ദാറ്റ് ഇസ് 1943. റിമൈനിങ് ഓപ്ഷൻ അതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതെടുക്കാം. സോ A4, B3, C2, D1, ദാറ്റ് ഇസ് ഓപ്ഷൻ A. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A itself. Moving to the next question, which of the following universities were established in the year 1916? 1916 വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഐഡന്റിഫൈ ചെയ്യണം. ഇതേ പാറ്റേണിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസംബർ 2023 ചോദിച്ചായിരുന്നു. ജൂൺ 2023 ആണ്. ആ തന്നിരിക്കുന്ന ലിസ്റ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെയിം ആശയം വരുന്ന ക്വസ്റ്റ്യൻ 2023 ജൂണിലും ഡിസംബറിലും ചോദിച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റി. നിങ്ങൾ ഓൾറെഡി ഇപ്പം 1916 യൂണിവേഴ്സിറ്റീസ് പഠിച്ചു കാണും അല്ലേ. ബനാറസ് യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വിമൻ യൂണിവേഴ്സിറ്റി. ഇത് മൂന്നും എപ്പോഴാണ്? 1916 റിമൈനിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1922. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A ഓപ്ഷൻ ഇല്ലാത്ത ബാക്കി 3 വരണം. B, C and D only, that is option D. So the right answer is option D itself. So ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് എന്താ? ഈ ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസും അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇയറും അതിനെ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു 2 മാർക്കും കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. 2023 ജൂൺ ഡിസംബർ സെഷനിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് യൂഷ്വലി കാണാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആ ഏരിയ കൂടി ഇതിനകത്ത് ഫോക്കസ് ചെയ്തത്. സോ അങ്ങനെ നമ്മൾ ഈ സെഷൻ്റെ ഒരു ഫൈനൽ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന മൊഡ്യൂളാണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്തത്. 2023 ഡിസംബർ ആൻഡ് ജൂൺ സെഷൻസ് ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ട്രെൻഡ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഇപ്പോൾ NEP ആണെങ്കിലും ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻ കമ്മിറ്റീസ് റിപ്പോർട്ട്സ് ആണെങ്കിലും ഇതൊന്നും പുതിയ ഏരിയാസ് അല്ല, ഓൾറെഡി ഉള്ള ഏരിയാസ് തന്നെയാണ്. പക്ഷെ ആ ഏരിയാസ് ആണ് ഇപ്പോഴും നമുക്കൊരു ട്രെൻഡിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ NEPയും അതുപോലെ കമ്മീഷൻ കമ്മിറ്റീസൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് 1, 2, 3 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ പലപ്പോഴും കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഏരിയാസ് ആയിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതോടൊപ്പം തന്നെ റീസെൻറ്റ് എക്സാമിൽ മറ്റൊരു ടെൻഡൻസി ആയിരുന്നു ഈ യൂണിവേഴ്സിറ്റീസും അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇയറും അത് അത്ര ഈസിലി പഠിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഏരിയ ആണ്. അഫ്കോഴ്സ് അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ എന്ത് സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന മൊഡ്യൂള് ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇഫക്റ്റീവ്ലി പഠിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ പുതിയൊരു മൊഡ്യൂളുമായിട്ട് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. Till then, thank you and happy learning.